എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ടി ജെ എബ്രഹാം. ഞാൻ ഐലാൻഡ് വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ആണ്. ഞാനാണ് യു പി ജി എസ് പേപ്പർ 4 എത്തിക്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുന്നത്. ഇനി സോ വെൽക്കം ഓൾ ടു ദ ഇൻട്രഡക്ഷൻ ക്ലാസ് ഓഫ് ജി എസ് പേപ്പർ 4. ഈ ജി എസ് പേപ്പർ 4 ബാക്കി സിവിൽ സർവീസ് സബ്ജക്ട്സിൽ നിന്നും വളരെ 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 വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ്. ഒന്ന്, ഈ പരീക്ഷ പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, പ്രിലിംസിന് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരു ക്വസ്റ്റ്യൻസും ഇല്ല. ഈ സബ്ജക്റ്റ് മെയിൻസിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. നമുക്ക് മെയിൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ അറിയാം, ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞതാണ്. നമുക്ക് മെയിൻസിന് 4 ജി എസ് പേപ്പേഴ്സ് ആണ്. GS1, GS2, GS3 ആൻഡ് GS4. അതിൽ ജി എസ് പേപ്പർ 4 ആണ് എത്തിക്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഏകദേശം 250 മാർക്കിന്റെ കണ്ടന്റ് ആണ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ബാക്കി നിങ്ങൾ വേറെ സബ്ജക്ട്സ് കൺസ്യൂം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പേപ്പറിന് ഒരു പാർട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പോളിറ്റി ആണെങ്കിൽ ജി എസ് പേപ്പറിന്റെ ഒരു പാർട്ടാണ്. ഈ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ 250 മാർക്സ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനിൽ നമുക്ക് ഈ കോഴ്സ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാൽ മാത്രം മതി. ഇതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് എന്ത് ചെയ്യേണ്ട പോകേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം എന്താണ് സിലബസ്, ഈ സബ്ജക്റ്റ് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, പിന്നെ ഈ ഒരു സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കും. അപ്പം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ചില കോമൺ ടേംസും ടെർമിനോളജീസ് ഒക്കെ നമ്മൾ പരിചയപ്പെടും. അങ്ങനെ പരിചയപ്പെടുന്ന ടേംസും കൂടെയാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും നമുക്കൊരു ഒരു 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 പെട്ടെന്നൊരു എല്ലാ ചാപ്റ്റേഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെട്ടു പോകാം. ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു പേപ്പറിന്റെ ഒരു സ്ട്രക്ചറിലേക്ക് കടക്കാം. ജി എസ് പേപ്പർ 4-നകത്ത് 2 സെക്ഷൻസ് ആണുള്ളത്. ബാക്കി പേപ്പറുകൾ പോലെയല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. സെക്ഷൻ എ ഒരു തിയറി പാർട്ടാണ്. തിയറി പാർട്ട് നമുക്ക് 13 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്ക്. സെക്ഷൻ ബി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എന്താണ്, കേസ് സ്റ്റഡീസ് ആണ്. ഓക്കെ, നമുക്ക് നോർമലി 6 കേസ് സ്റ്റഡീസ് ആണ് ഉണ്ടാവുക. ഓരോ കേസ് സ്റ്റഡീസിനും 20 മാർക്ക്. അങ്ങനെ 120 മാർക്കാണ് ഈ ഒരു സബ്ജക്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എന്ത് ടൈപ്പ് കേസ് സ്റ്റഡീസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. ഇനി നമ്മൾ സെക്ഷൻ എയിൽ 13 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ ഉണ്ടാവുക. ആ 13 ക്വസ്റ്റ്യൻസിൽ ആ 13 ക്വസ്റ്റ്യൻസിൽ നോർമൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിൽ നിന്ന് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അതിനാണ് നമ്മൾ ലീനിയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇപ്പം കറപ്ഷൻ ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഫെയിലിയർ ഓഫ് കോർ വാല്യൂസ് ഇൻ ദ സൊസൈറ്റി. ഇൻ യുവർ ഒപ്പീനിയൻ വാട്ട് മെഷേഴ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു അപ്ലിഫ്റ്റ് ദ കോർ വാല്യൂസ് ഇൻ ദ സൊസൈറ്റി. ഇതെന്താണ്, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കറപ്ഷൻ എന്ന പ്രോബ്ലം ആണ്. കറപ്ഷൻ എന്ന പ്രോബ്ലം അഡ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്താ പറയുക, ലീനിയർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓൾ ഹ്യൂമൻ ബീങ്സ് ആസ്പയർ ഫോർ ഹാപ്പിനെസ്, ഡു യു അഗ്രി? വാട്ട് ഡസ് ഹാപ്പിനെസ് മീൻസ് ടു യു? ഇനി വേറെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ UPSC ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൊട്ടേഷൻ തന്നിട്ട് ഈ കൊട്ടേഷൻ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദിസ് പെർട്ടിക്കുലർ കൊട്ടേഷൻ ഇൻ ദ പ്രസന്റ് കോണ്ടെക്സ്റ്റ്, ഓർ വാട്ട് ഇസ് ദ റെലവൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ കൊട്ടേഷൻ ഇൻ ദ പ്രസന്റ് കോണ്ടെക്സ്റ്റ് എന്ന് നമുക്കൊരു കൊട്ടേഷൻ തരാം. ഇപ്പൊ ഇവിടെ ഞാൻ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആങ്കർ ആൻഡ് ഇൻടോളറൻസ് ആർ ദ എനിമീസ് ഓഫ് കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. അല്ലെങ്കിൽ നിയർലി ഓൾ മാൻ ക്യാൻ വിത്ത്സ്റ്റാൻഡ് അഡ്വേഴ്സിറ്റി, ബട്ട് ഇഫ് യു വോണ്ട് ടു ടെസ്റ്റ് എ മാൻസ് ക്യാരക്ടർ ഗിവ് ഹിം പവർ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അല്ലാതെ എബ്രഹാം ലിങ്കൺ എന്താണോ തോന്നുന്നത്, മഹാത്മാഗാന്ധി എന്താണോ തോന്നുന്നതല്ല. നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെ റെലവെന്റ് ആണ് എന്ന രീതിയിൽ എന്ത് ചെയ്യാം, UPSC ചോദിക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു ലൈഫിനെ നമ്മളൊരു ഫിലോസഫിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്, നമ്മുടെ വാല്യൂ സിസ്റ്റം എന്താണ്, നമ്മൾ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, UPSC ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം സെക്ഷൻ എയിൽ 13 ചോദ്യങ്ങളാണ്. ആ 13 ചോദ്യങ്ങളെ നമുക്ക് റഫ്ലി 2ആയിട്ട് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, നമ്മൾ സിലബസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്.
ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇതിനെ പറ്റിയിട്ടൊന്നും നിങ്ങളിപ്പോൾ വറീഡ് ആവേണ്ട. നമുക്ക് പയ്യെ പയ്യെ എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പയ്യെ പരിചയപ്പെടാം. ഇനി സെക്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് 6 കേസ് സ്റ്റഡീസ് ആണ്. ഓക്കെ, കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമുക്ക് UPSC ഒരു ചലഞ്ച് തരും. ഓക്കെ, ആ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരു ചലഞ്ച് ആവാം, ചിലപ്പോൾ നമ്മളൊരു സിവിൽ സർവീസ് ഓഫീസറായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് ആവാം, ചിലപ്പോൾ നിങ്ങളൊരു IPS ഓഫീസറായിട്ട് ഫേസ് ചെയ്യുന്ന ചലഞ്ച് ആവാം, ചിലപ്പോൾ നിങ്ങളൊരു ഗവൺമെന്റ് സർവൻ്റായി ഫേസ് ചെയ്യുന്ന ചലഞ്ച് ആവാം, ചിലപ്പോൾ ഒരു കമ്പനിയുടെ CEO ആയിട്ട് ഫേസ് ചെയ്യുന്ന ചലഞ്ച് ആവാം. ആ ഒരു ചലഞ്ച് നിങ്ങൾക്ക് തരും. ആ ചലഞ്ച് നിങ്ങൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. അതിനെ നമ്മൾ എന്ന് പറയുന്നത് കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ UPSC ചോദിച്ച ഒരു കേസ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണാം. നിങ്ങളൊന്ന് വായിക്കൂ, നമുക്ക് ഒന്നിച്ച് വായിക്കാം. യു ആർ ആസ്പയറിംഗ് ടു ബിക്കം ആൻ IAS ഓഫീസർ ആൻഡ് യു ഹാവ് ക്ലിയർഡ് വേരിയസ് സ്റ്റേജസ് ഓഫ് various stages and now you have been selected for personal interview. On the day of the interview, on the way to the venue, you saw an accident where a mother and a child who happened to be a relative were badly injured. They needed immediate help. What would you have done in such a situation? Justify your action. അതായത് നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു സിവിൽ സർവീസിൽ കയറണം എന്നുള്ള. അങ്ങനെ നമ്മൾ ഒത്തിരി എഫേർട്ട് ഇട്ട് നമ്മൾ പ്രിലിംസും മെയിൻസും എന്തായി പാസ്സായി ഇന്റർവ്യൂവിന് പോകുന്ന ദിവസം പോകുന്ന വഴിക്ക് നമ്മളൊരു ചലഞ്ച് ഫേസ് ചെയ്യുന്നു. എന്ത് ചെയ്യും? ഓക്കെ, ഇതിനാണ് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ നമ്മൾ ചെയ്യാം? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ആരുമില്ലേ? ഓക്കെ, നമ്മൾ നിൽക്കട്ടെ. നമുക്ക് കുറച്ചും കൂടെ പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇച്ചിരി കൂടെ പ്രിപ്പയർഡ് ആവും പറയാം. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് തരും. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് എന്ത് ചെയ്യണം, നമ്മൾ പറയേണ്ട വരും. ഇവിടെ നമ്മുടെ ഒരു അതായത് ഇതിന് നമ്മൾ മോറൽ റീസണിങ് എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു മോറൽ ഇൻഡ്യൂഷൻ ഉണ്ടാവും. അതായത് ഇവിടെ എന്ത് ചെയ്യണം നമുക്കൊരു തോന്നലുണ്ടാവും. പക്ഷെ ആ തോന്നലിൽ നിന്ന് നമുക്ക് വേറൊരാളോട് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം, മോറലി റീസൺ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇല്ല, ഞാൻ ഇന്റർവ്യൂവിന് തന്നെ പോവും, അല്ലെങ്കിൽ ഞാൻ ഇന്റർവ്യൂവിന് പോകത്തില്ല, ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അവരെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫ്രണ്ടിനെ വല്ലതും വിളിക്കും. നമ്മൾ ആ ഒരു ആർഗ്യുമെന്റിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് നമ്മൾ ആ തീരുമാനം എടുക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനോടൊപ്പം തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കൊടുക്കുന്ന ജസ്റ്റിഫിക്കേഷൻ. ഓക്കെ, അപ്പം അതവിടെ നിൽക്കട്ടെ. ഇനി ഈ ഒരു പേപ്പറിന് അങ്ങനെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഒന്നുമില്ല. മാർക്കറ്റിൽ കുറേ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. നമ്മൾ ഐലൺ IASൽ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽ ആണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾ യൂസ് ചെയ്യുക. അപ്പോൾ ഐലണിൻ്റെ ഹാൻഡ് ഔട്ട്സ് പ്ലസ് ഹിന്ദു ആൻഡ് ദ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് നമുക്ക് വരുന്ന ന്യൂസിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, നല്ല എക്സാമ്പിൾസ് എടുക്കാം. നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ഒരു സ്റ്റൈൽ നോക്കിയാൽ അറിയാം, ക്ലാസ്സിൽ ഞാൻ കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയുന്നുണ്ടാവും. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ പരീക്ഷയ്ക്ക് നമ്മളൊരു പോയിന്റ് എഴുതുമ്പോൾ ആ പോയിന്റിന് ഒരു എക്സാമ്പിൾ തൊട്ട് ജസ്റ്റിഫൈ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ എക്സാമ്പിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, നമുക്ക് തുടങ്ങാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണിലും കൂടെ ഒന്ന് എടുത്തോട്ടെ. എനിക്ക് കണക്ഷൻ വല്ലതും പോകുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. Recording in progress. Check, check. Check, check. Check.
നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് അൺലോക്ക് ചെയ്ത് സംസാരിക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. സ്ക്രീൻ ഷെയറിംഗ് പോയോ? ഓക്കെ അല്ലേ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തേ. ഞാൻ നിങ്ങൾ അപ്പുറത്തുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഒരു ഓക്കെ ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്യോ? ഓക്കെ ഓക്കെ, വിൽ സ്റ്റാർട്ട്. താങ്ക് യു. സോ എത്തിക്സ് ആൻഡ് ഇൻട്രഡക്ഷൻ. നമുക്ക് ആദ്യം എത്തിക്സിന്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ എത്തിക്സിന്റെ ഡെഫിനേഷൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഒരു സിറ്റുവേഷനിൽ തുടങ്ങാം. അതായത് ഇതൊരു ഒരു ഫേമസ് ട്രോളി പ്രോബ്ലം ആണ്. ട്രോളി പ്രോബ്ലം എന്താണ്? ഇതൊരു ട്രോളിയാണ്. ഞാൻ റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഇമേജ് കൊണ്ടുവന്നതേ ഉള്ളൂ. ഇതൊരു ട്രോളിയാണ്, ഒരു ട്രെയിനാണ്. ആ ട്രെയിൻ അൺകൺട്രോളബിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു? മറ്റേ ഞാനെന്താ വ്യൂ 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 ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. എന്തെങ്കിലും ഹൈഡ് മീറ്റിംഗ് അല്ല, ഓക്കെ, കിട്ടി കിട്ടി. ഓക്കെ, ഇതൊരു ഒരു ഫേമസ് ട്രോളി പ്രോബ്ലം ആണ്. ഒരു ട്രെയിൻ ഒരു കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെ പോവാണ്. ട്രെയിനിൽ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ട്രെയിൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഇവര് കിടന്നുറങ്ങുന്ന പോലെ അസ്യൂം ചെയ്യേണ്ട. ഒരു പാളത്തിൽ 5 പേര് വർക്ക് ചെയ്യാന്ന് വിചാരിക്കാം. ഇപ്പോൾ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ ട്രെയിൻ 5 പേരുടെ മേത്തൂടെ കയറും. എന്നിട്ട് ഈ 5 പേര് എന്ത് ചെയ്യും? മരിച്ചു പോകും. എന്നാൽ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി, അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആ ജംഗ്ഷനിലുണ്ട്, നിങ്ങളുടെ അടുത്ത് ലിവർ ഉണ്ട്. ആ ലിവർ നിങ്ങൾ മൂവ് ചെയ്താൽ ട്രെയിൻ 5 പേരുടെ മുകളിൽ കയറുന്നതിന് പകരം ട്രെയിൻ ഡൈവേർട്ടഡ് ആയിട്ട് ഒരാൾ എന്ത് ചെയ്യും? മരിക്കും. ഓക്കെ, പക്ഷെ ഈ ഒരാളുടെ മരണം ഡയറക്റ്റ്ലി ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും? നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. കാരണം നിങ്ങൾ ലിവർ വലിച്ചത് കൊണ്ടാണ് ഒരു നാച്ചുറൽ കോഴ്സ് ഓഫ് ആക്ഷൻ സംഭവിക്കുന്ന കാര്യം എന്താവുന്നത്? ഡൈവേർട്ടഡ് ആവുന്നത്. ഇനി നിങ്ങൾ എത്ര പേര് ഇത് വലിക്കും? How many are ready to pull the lever? കൈ പൊക്കിയാൽ മതി. How many are ready to pull the lever to save 5 people at the cost of 1 person? ആരുമില്ല. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടൂല. നിങ്ങൾ ചാറ്റിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മാത്രമേ ഈ ക്ലാസ് ഇന്ററാക്റ്റീവ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ക്ലാസ് എടുക്കുന്ന പോലെ അങ്ങ് പോകും. ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഇതൊരു ട്രെയിൻ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. ഓക്കെ, ഇതൊരു ട്രെയിൻ അല്ലെങ്കിൽ ഇത് നമുക്കൊരു ട്രോളി എന്ന് പറയാം. ആ ട്രോളി കൺട്രോൾ പോയി ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു 5 പേരുണ്ടല്ലോ. ആ 5 പേര് നിങ്ങൾ ഇവിടെ കിടക്കാന്ന് വിചാരിക്കേണ്ട, അവരവിടെ പണിയെടുക്കുകയാണ്. അവരങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ട്രെയിൻ ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ ട്രെയിൻ ആ ഈ 5 പേരുടെ മേത്തോട് എന്ത് ചെയ്യും? കയറും. ഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ് നിങ്ങൾ ഈ ജംഗ്ഷനിലുണ്ട്. നിങ്ങൾ ലിവർ വലിച്ചാൽ ഈ 5 പേര് മരിക്കുന്നതിന് പകരം ഒരാളെ എന്ത് ചെയ്യത്തുള്ളൂ? മരിക്കത്തുള്ളൂ. ഇനി ഇവിടെ ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് ചെയ്യുമോ? നിങ്ങൾ ലിവർ വലിക്കുകയോ വലിക്കത്തില്ലയോ? നിങ്ങൾ ലിവർ വലിച്ചാൽ 5 പേര് മരിക്കുന്നതിന് ഒരാളെ മരിക്കത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഒരു ആക്ഷൻ കാരണമാണ് ഒരാൾ മരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് ഈ ലിവർ വലിക്കും?
ഉം. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്ത് നിന്ന് റെസ്പോൺസ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. എന്നാൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എടുക്കാം. അപ്പം ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ, അതായത് ലിവർ വലിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ദർ ഇസ് എ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റൈറ്റ് തിങ് ടു ഡു? ഇവിടെ എന്താണ് ശരി എന്നൊരു ചോദ്യം ഉണ്ടാവും. ലിവർ വലിക്കുന്നതാണോ ശരി, അതോ 5 പേര് മരിച്ചോട്ടെ, ഡയറക്ട്ലി ഒരു നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം ഞാൻ എത്തിയേണ്ട, ഇന്റർഫിയർ ചെയ്യേണ്ട? വേറൊരു കേസ്, സർ, പക്ഷെ ആൻസർ പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് ഇതാ കറക്റ്റ് ആൻസർ പറയാൻ പറ്റത്തില്ലല്ലോ. ഒബ്ജക്റ്റീവായിട്ട് കറക്റ്റ് ആൻസർ പറയാൻ പറ്റില്ല. ഓക്കെ. ഓക്കെ, ഇനി വേറൊരു സിറ്റുവേഷൻ, അതായത് ഇത് നമ്മുടെ മഹാഭാരതത്തിന്റെ കോണ്ടെക്സ്റ്റ് ആണ്. മഹാഭാരതത്തില് അർജുനനും അർജുനനും ലോർഡ് കൃഷ്ണയാണ്. യുദ്ധം നടക്കുകയാണ്. ഒരു സൈഡിൽ പാണ്ഡവരുണ്ട്, മറ്റേ സൈഡിൽ കൗരവരുണ്ട്. നമുക്ക് മഹാഭാരതം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തിരിക്കുകയാണ്. അർജുനൻ കൗരവരെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർജുനന്റെ ചാരിയറ്ററാണ് കൃഷ്ണൻ. ഇപ്പൊ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് അർജുൻ നോക്കിയപ്പോൾ അർജുനന്റെ കൂടെ കളിച്ച് വളർന്നവര്, അർജുനനെ പഠിപ്പിച്ചവര്, അർജുനൻ ലൈഫിൽ ഗൈഡ് ചെയ്തവര്, ഇവരുമായിട്ടാണ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അർജുൻ വാസ് ഇമ്മീഡിയറ്റ്ലി ഓവർവെൽഡ് വിത്ത് ഇമോഷൻസ്. അതിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് അർജുനൻ ലോസ്റ്റ് സ്ട്രെങ്ത് ആൻഡ് അർജുനന്റെ ഗന്ധർവ എടുത്ത് താഴെയിട്ടു. എനിക്ക് ഈ യുദ്ധം ശരിയാണോ, ഈ യുദ്ധം ചെയ്യുന്നത് ശരിയാണോ എന്ന് ആരോട് ചോദിച്ചു? ലോർഡ് കൃഷ്ണയോട് ചോദിച്ചു. സോ ലോർഡ് കൃഷ്ണ ഇസ് ഗിവിംഗ് എ ഡിസ്കോഴ്സ് ഓൺ വെദർ ദിസ് പെർട്ടിക്കുലർ വാർ ഇസ് റൈറ്റ് ഓർ റോങ്. ഓക്കെ, അതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തായിട്ട് വായിക്കുന്നത്, ഭഗവത്ഗീതയായിട്ട് വായിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഇസ് റൈറ്റ്, ഇതിൽ എന്താണ് ശരിയെന്ന് എന്തുണ്ട്, ഒരു ക്വയറി ഉണ്ട്. ഓക്കെ, ഇനി വേറൊരു കേസ് കൊണ്ട് തരാം. ഇതിപ്പം ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. നിങ്ങളിപ്പോൾ ഒരു IPS ഓഫീസറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ചാർജ് കിട്ടി. നിങ്ങളുടെ ചാർജ് വന്നത് കേരള കർണാടക ബോർഡറാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിന് നോർത്തിലുള്ളവരൊക്കെ ഒരു എമർജൻസി വരുമ്പോൾ മംഗലാപുരത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഇനി ഒരു കോവിഡ് ലോക്ക്ഡൌണിന്റെ സമയത്താന്നിരിക്കട്ടെ, അപ്പം കേരളത്തിൽ കോവിഡ് വളരെയായിട്ട് പടർന്നിട്ടുണ്ട്. തമിഴ്നാട് ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് ആരെയും കർണാടകയിലേക്ക് എന്ത് ചെയ്യരുത്, കടത്തിവിടരുന്നു. നിങ്ങളാണ് ഈ ഒരു ചെക്ക് പോസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി. നിങ്ങളൊരു ഇൻസ്പെക്ഷന് പോയപ്പോൾ നിങ്ങൾ ആ ചെക്ക് പോസ്റ്റിൽ നിന്നപ്പം ഒരു ആംബുലൻസ് നിങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. നിങ്ങൾ ആംബുലൻസിനെ സ്റ്റോപ്പ് ചെയ്തു. ആ ആംബുലൻസിനകത്ത് ഒരു പ്രഗ്നന്റ് ലേഡി ഉണ്ട്, പുള്ളിക്കാരി ബ്ലീഡ് ചെയ്യുന്നുണ്ട്, കൂടെ ഒരു ഡോക്ടറും ഉണ്ട്. ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി മംഗലാപുരത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇട്ടില്ലെങ്കിൽ അമ്മയുടെയും കുട്ടിയുടെയും ലൈഫ് ഡേഞ്ചറിലാവുന്നു. നിങ്ങളൊരു IPS ഓഫീസർ എന്ന രീതിയിൽ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? അവരെ കടത്തിവിടുവോ, അതോ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നിയമം അപ്ഹോൾഡ് ചെയ്യുമോ? ഇവിടെയും നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു എന്താണ് ശരി എന്നൊരു ചോദ്യമുണ്ട്. കടത്തിവിടുന്നതാണോ ശരി, അതോ സ്ട്രിക്റ്റ് ആയിട്ട് റൂൾ ഫോളോ ചെയ്യേണ്ടതാണ്? ഒരു സൈഡിൽ നിയമമുണ്ട്, മറ്റേ സൈഡിൽ എന്തുണ്ട്, ഒരു കമ്പാഷൻ, എമ്പതി ഉണ്ട്. ഇതിൽ ഏത് വാല്യൂ ആണ് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏത് സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ ആണ് സെലക്ട് ചെയ്യുക? ഈ 3 കേസിലും ഇവിടെ ഉള്ള ഒരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എത്തിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്. ഓക്കെ, അതായത് എന്താണ് ശരി എന്നൊരു ചോദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോണ്ടെക്സ്റ്റിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്സ് ഇസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് മൊറാലിറ്റി. മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരി തെറ്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ. അതിനെ നമ്മൾ എന്ത് പറയുന്നത്, മൊറാലിറ്റി എന്ന് പറയാം. അപ്പൊ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Ethics may be defined as a systematic study of human action from the view of their rightfulness and wrongfulness to achieve social and human well-being. അതായത് ഒരു സിറ്റുവേഷനിൽ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, എത്തിക്സ് എന്ന് നമ്മൾ പറയാം. ഇനി എന്താണ് സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ? സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നത് പല തിയറികളുടെയും പ്രിൻസിപ്പിൾസിന്റെയും കോസ് എഫക്ട് റിലേഷൻഷിപ്പിന്റെയും ബേസിസിൽ ഒരു കാര്യത്തെ പഠിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്, സിസ്റ്റമാറ്റിക്കലി പഠിക്കുക എന്ന് നമ്മൾ പറയുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് പൊളിറ്റിക്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും പൊളിറ്റിക്സ് അറിയാം. പക്ഷേ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, പവർ എന്ന കോൺസെപ്റ്റിനെ പല തിങ്കേഴ്സിലൂടെയും പ്രിൻസിപ്പിൾസിലൂടെയും പല തിയററ്റിക്കൽ ഫ്രെയിംവർക്കിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് എന്ന് പറയാം. ഇനി നമുക്ക് എല്ലാവർക്കും ഫാമിലിനെ പറ്റി ചോദിച്ചാൽ നമുക്ക് നമ്മുടേതായ അഭിപ്രായം ഉണ്ടാവും. പക്ഷേ സോഷ്യോളജിയിൽ
ഫാമിലി എന്നൊരു കോൺസെപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പല തിയറീസിന്റെയും തിങ്കേഴ്സിന്റെയും പല എംപറിക്കൽ സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നു. അതുപോലെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരി തെറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയറിനെ പറ്റിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എത്തിക്സ് എന്ന് നമ്മൾ പറയാം. സോ എത്തിക്സ് മേ ബി ഡിഫൈൻഡ് ആസ് a systematic study of human action from the view of their rightfulness and wrongfulness. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ എത്തിക്സ് പഠിക്കുന്നത്? അതായത് ഒരു സൊസൈറ്റി ആയിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, നമ്മൾ ഒരു സമൂഹമായിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇടയിൽ ശരി തെറ്റ് ധാരണകളെ പറ്റിയിട്ട് എന്ത് വേണം, ഒരു കൺസെൻസസ് വേണം. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സൊസൈറ്റിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്റ്റീലിംഗ് തെറ്റാണ്, ലോ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. മേർഡറിങ് തെറ്റാണ്, ട്രാഫിക് റൂൾസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അപ്പൊ നമുക്ക് സൊസൈറ്റി ആയിട്ട് നമുക്ക് കുറെ ആൾക്കാർക്ക് ഒന്നിച്ച് കോഎക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശരി തെറ്റുകളെ പറ്റിയിട്ട് എന്ത് വേണം, ഒരു ധാരണ വേണം. എന്നാൽ മാത്രമേ നമുക്ക് സൊസൈറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോഎക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് സംഭവിക്കത്തുള്ളൂ, സോഷ്യൽ ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഓരോരുത്തർക്കും ശരി തെറ്റുകളെ പറ്റിയിട്ടുള്ള ധാരണയുണ്ട്, അതിനാണ് നമുക്ക് മൊറാലിറ്റി എന്ന് പറയുന്നത്. ആ ശരി തെറ്റ് ധാരണകളെ വളരെ കൃത്യമായിട്ട് ഒരു ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ പഠിക്കുകയും നമുക്ക് ഓരോരുത്തർക്കും ശരി തെറ്റുകളെ പറ്റിയിട്ട് ഒരു ബോധ്യം ഉണ്ടാവുകയും ആ ബോധ്യം ഉണ്ടാവുന്നതിലൂടെ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്ന ടാർഗറ്റ് ഉണ്ടാവും. എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, എത്തിക്സ് എന്ന് നമ്മൾ പഠിക്കുക. ഓക്കെ, സോ സോ ethics may be defined as a systematic study of human action from the view of their rightfulness and wrongfulness to achieve social and human well-being. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യയിൽ പ്രീനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ഓഫ് ആൻ അൺബോൺ ചൈൽഡ്, അതായത് ഒരു ഒരു ഗർഭത്തിലുള്ള ഒരു കുട്ടിയുടെ സെക്സ് ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇന്ത്യയിൽ എന്താണില്ല, ഇന്ത്യയിൽ നിയമപരമായിട്ട് പ്രോഹിബിറ്റഡ് ആണ്. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ യൂറോപ്പിലോ ഗൾഫിലോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടി 6-7 മാസം ആകുമ്പോൾ കുട്ടി ജനിക്കുന്ന ആണാണോ പെണ്ണാണോ എന്ന് എന്ത് ചെയ്യാം, അവർക്കറിയാം. ഇന്ത്യയിൽ അത് പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്, നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒരു മെയിൽ പ്രിഫറൻസ് ഉണ്ടായത് കൊണ്ട് പല തെറ്റായ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാം, അത് കണ്ടുപിടിച്ചാൽ പോവാം. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ചില ആൾക്കാർക്ക് ശരി തെറ്റുകളെ പറ്റിയിട്ട് കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നിയമങ്ങളും ബാക്കി കാര്യങ്ങളും കൊണ്ടുവരേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, പല രാജ്യങ്ങളിൽ ഡൗറി ഇല്ല, അവിടുത്തെ ആൾക്കാർക്ക് അറിയാൻ ഡൗറി തെറ്റാണ്, അല്ലെങ്കിൽ ഡൗറി വാങ്ങിക്കുന്ന ഒരു ബിഹേവിയറിലേക്ക് അവർ ഇൻവോൾവ് ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് അത് പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്, നമ്മളത് മിസ്യൂസ് ചെയ്യുന്നു. അപ്പം എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരി തെറ്റിനെ പറ്റിയിട്ടുള്ള ബോധ്യം. സൊസൈറ്റിയിൽ ഓരോരുത്തർക്കും ശരി തെറ്റുകളെ പറ്റിയിട്ട് നല്ല ബോധ്യമുണ്ടെങ്കിൽ it will automatically lead to what, social and human well-being. So everyone clear with this? Yes, sir. Clear. Okay. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? Any doubts? സർ, ആ 3 കേസസിന്റെ ആൻസർ പറയോ? അതിലേക്ക് നമ്മൾ എത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഒന്നും ഇല്ലേ പിള്ളേരെ? No, sir. ഓക്കെ, ഇനിയാണ് ഇപ്പൊ എന്നോട് ആരും ഡൗട്ട് ചോദിച്ചേ? കുട്ടിയുടെ പേരെന്താ? ഹലോ, ചോദിച്ച കുട്ടി പോയോ?
ഹലോ, ആരാ ഡൗട്ട് Yes, sir. ചോദിച്ചേ? സർ ഞാൻ ആ പേരെന്താ? 3 കേസസിനെ കുറിച്ച് ചോദിച്ചത്. ആ, പേരെന്താ? ആമിന ആരിഫ്. ആംന, യെസ് സർ. ആമിന, ആമിനാണോ? ആമിന അല്ലേ? ആമിന. യെസ് ആമിന, സർ. ആമിന ആരിഫ്. ഓക്കെ. ഇനി ആമിന ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ചോദ്യം എന്താ? ഇതിനൊക്കെ കൃത്യമായ ഉത്തരം എന്താണ്? സി, നമ്മളൊരു ഫണ്ടമെന്റലി നമ്മുടെ ഒരു നമ്മൾ ലോകത്തിന്റെ ഇതുവരെയുള്ള ഒരു പ്രോഗ്രസ് എടുത്തു നോക്കിയാല് ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു ഫണ്ടമെന്റൽ റീസൺ എന്താന്ന് വെച്ചാല് ശരി തെറ്റുകളെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായ ഒരു അടിസ്ഥാന വ്യത്യാസമാണ് ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. എന്റെ ശരി അല്ലായിരിക്കും വേറൊരാളുടെ ശരി. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ലോകത്തിലുള്ള യുദ്ധങ്ങളുടെയും മനുഷ്യർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഫണ്ടമെന്റൽ റീസൺ എന്താണ്? എന്റെ ശരികളല്ല നിങ്ങളുടെ ശരികൾ. എന്റെ ശരിക്ക് വേണ്ടി അല്ല എന്റെ ശരി നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊല്ലാനും തല്ലാനും എന്താണ് തയ്യാറാണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എല്ലാവർക്കും എഗ്രി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കോമൺ സെറ്റ് ഓഫ് ശരികൾ എത്തുക എന്നത് എന്താണ്? ഒരു ആസ്പിറേഷണൽ കാര്യമാണ്. അതായത് നമുക്ക് എല്ലാവരും എഗ്രി ചെയ്യുന്ന ശരികൾ എത്തുക എന്ന് പറയുന്നത് എന്തല്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അതാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഒരു 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 500 കൊല്ലം മുമ്പ് ഹ്യൂമാനിറ്റിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ശരി തെറ്റുകളെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് ശരി തെറ്റുകളെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കിട്ടിക്കൊണ്ടിരിക്കും. ഇനി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് നമുക്ക് റിയാലിറ്റീനെ 3ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് ഒബ്ജക്റ്റീവ് റിയാലിറ്റി, 2 സബ്ജക്റ്റീവ് റിയാലിറ്റി, മൂന്നാമത്തെയാണ് എന്ത്? ഇന്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി. ഓക്കെ. ഇനി ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അത് 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 ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ഹ്യൂമൻ ബിലീഫ്സ് ആൻഡ് ഫീലിങ്സ് ആണ് എന്ത് ചെയ്യുന്നത്? അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സൺ, മൂൺ, അല്ലെങ്കിൽ ഏതാ എയർ, വാട്ടർ, ഗ്രാവിറ്റി. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങള് നമുക്കത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ സാധനം അവിടെ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന കമ്പ്യൂട്ടർ അതൊരു ഒബ്ജക്റ്റീവ് റിയാലിറ്റിയാണ്. ഞാൻ നോക്കിയാലും വേറൊരാൾ നോക്കിയാലും ആ കമ്പ്യൂട്ടർ എന്തുണ്ട്? അവിടെ ഉണ്ട്. അല്ലെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ, ഇതൊക്കെ എന്താണ്? ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആണ്. ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറയാം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? സബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഒരു സിനിമ നല്ലതാണോ മോശമാണോ അത് പ്യൂർലി എന്താണ്? സബ്ജക്റ്റീവ് ആണ്. എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, വേറൊരാൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ കാഡ്ബറി ചോക്ലേറ്റ് ഫ്ലേവർ ആണോ നല്ലത്, വാനില ഫ്ലേവർ ആണോ നല്ലത്, അതും പ്യൂർലി എന്താണ്? സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ശരിയായ ഒരു ഉത്തരം ഇല്ല. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് റിയാലിറ്റി എല്ലാവർക്കും മനസ്സിലായോ? അതായത് ശരിക്കും ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മൈ പ്രിഫറൻസസ് ഓർ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മൈ ഇവാലുവേഷൻ. സബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും അങ്ങനെ ഒരു സാധനം ഇല്ല, പക്ഷെ അത് പ്യൂർലി എന്താണ്? നമ്മുടെ ഒരു പ്രിഫറൻസ് ആണ്. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? സബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ലോകത്തിൽ മെജോറിറ്റി കാര്യങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നത് ഇത് സംതിങ് കോൾഡ് ആസ് വാട്ട്? ഇന്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി. ഇറ്റ് സംതിങ് കോൾഡ് ആസ് വാട്ട്? ഇന്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി. ഇന്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ അത് ശരിക്കും ഉണ്ടാവണം എന്തില്ല? നിർബന്ധമില്ല. ഞാൻ ഒരു കാര്യം ശരിയാന്ന് വിചാരിച്ചാൽ എന്നെ സംബന്ധിച്ച് അതെന്താണ്? എന്റെ റിയാലിറ്റിയാണ്. അങ്ങനെ കുറെ ആൾക്കാർ ഒരു കാര്യം ശരിയാന്ന് വിചാരിച്ചാൽ അത് അവരെ സംബന്ധിച്ച് അതെന്താണ്? അവരുടെ അതൊരു ഇന്റർ സബ്ജക്റ്റീവ് റിയാലിറ്റിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു 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 കുരങ്ങൻ ഉണ്ടെന്നിരിക്കട്ടെ. ആ കുരങ്ങന് വിശക്കുന്നുണ്ട്. നമ്മളൊരു 100 രൂപ നമ്മളൊരു ഒരു ഒരു പഴം കൊടുത്താൽ ആ കുരങ്ങൻ എന്ത് ചെയ്യും? ആ പഴം വാങ്ങിച്ച് തിന്നും. കാരണം കുരങ്ങനെ സംബന്ധിച്ചിട്ട് ആ പഴം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റിയാണ്. അത് ശരിക്കും അവിടെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ കുരങ്ങനോട് പറയാണ്, ഞാനൊരു 100 രൂപ തരാം, നീ ആ 100 രൂപ കൊടുത്തിട്ട് ഒരു പഴം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞാൽ കുരങ്ങൻ വാങ്ങിക്കുമോ? കുരങ്ങൻ വാങ്ങിക്കത്തില്ല. കാരണം ആ 100 രൂപയ്ക്കുള്ള മൂല്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും തമ്മിൽ ധാരണയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ശരിക്കും അതിനൊരു മൂല്യമൊന്നും ഇല്ല. അതായത് നമ്മൾ ആ 100 രൂപയ്ക്ക് ഒരു മൂല്യം
ഇന്ത്യൻ സൊസൈറ്റി ആസ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ആ 100 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നത്, ഒരു മൂല്യം ഉണ്ടാവാം. നമ്മൾ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ഡിസൈഡ് ചെയ്തത് 100 രൂപയ്ക്ക് ഒരു മൂല്യം ഉണ്ടാവണമെന്ന്. പക്ഷെ കുരങ്ങന് ആ മൂല്യം മനസ്സിലാവും. കാരണം കുരങ്ങനെ സംബന്ധിച്ചിട്ട് കുരങ്ങന് എന്ത് മാത്രമേ മനസ്സിലാവത്തുള്ളൂ, ഒബ്ജക്റ്റീവ് റിയാലിറ്റി മാത്രമേ കുരങ്ങനെ എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. പക്ഷെ മനുഷ്യന്റെ ഏറ്റവും വലിയ കേപ്പബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു 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 സബ്ജക്റ്റീവ് റിയാലിറ്റി ഒരേ സബ്ജക്റ്റീവ് റിയാലിറ്റി നമ്മളെല്ലാവരും വിശ്വസിച്ചാൽ അത് നമ്മുടെ ഇന്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി ആവുകയും നമ്മളെ സംബന്ധിച്ച് അത് എന്ത് തന്നെയാണ്, ഒരു റിയാലിറ്റി തന്നെയായിട്ട് എന്ത് ചെയ്യും, മാറും. മണി, നേഷൻസ്, റിലീജിയൻ, ഇതൊക്കെ ശരിക്കും എന്താണ്, ഒരു ഇന്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി ആണ്. അതായത് ഇപ്പൊ ഒരു വേറൊരു ചോദ്യം ചോദിച്ചാൽ ശരിക്കും ഇന്ത്യ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളിവിടെ ഉള്ളവരൊക്കെ കേരളീയരാണ്, ശരിക്കും കേരളമുണ്ടോ? അതായത് നമ്മൾ ഗ്ലോബിൽ പോയി നോക്കിയിട്ട് വളരെ ഒബ്ജക്റ്റീവായിട്ട് നോക്കി നമുക്ക് കേരളം നമ്മൾ മാപ്പിലൊക്കെ നോക്കുന്ന പോലെ ഒരു ബൗണ്ടറി വരച്ച് കാണാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലുമില്ല. കേരളം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ധാരണയില് മാപ്പിൽ ഒരു ബൗണ്ടറി വരച്ച സാധനമാണ് എന്ത്, കേരള എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ഇന്റർ സബ്ജക്റ്റീവ് റിയാലിറ്റിയിൽ നിൽക്കുന്ന സാധനമാണ് എന്ത്, കേരള എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ എന്ന് പറയുന്നതോ, ഇന്ത്യ ഒരു ഇന്റർ സബ്ജക്റ്റീവ് റിയാലിറ്റിയാണ്. ഇന്ത്യനെ നമ്മുടെ ജോഗ്രഫി എടുത്ത് നോക്കിയാൽ ഒരു പെർട്ടിക്കുലർ മാപ്പ് വരയ്ക്കുന്നുണ്ട്. പക്ഷെ ചൈനക്കാര് വേറെ മാപ്പാണ് വരയ്ക്കുന്നത്, അമേരിക്കക്കാര് വേറെ മാപ്പാണ് വരയ്ക്കുന്നത്, പാകിസ്ഥാൻകാര് വേറെ മാപ്പാണ് വരയ്ക്കുന്നത്, യുണൈറ്റഡ് നേഷൻസ് വേറൊരു മാപ്പാണ് എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഇന്ത്യ എന്ന സങ്കല്പം, കേരളം എന്ന സങ്കല്പം, റുപ്പി എന്ന സങ്കല്പം, ഡോളർ എന്ന സങ്കല്പം, മതം എന്ന സങ്കല്പം, ഇതൊക്കെ ശരിക്കും എന്താണ്, ഇന്റർ സബ്ജക്റ്റീവ് റിയാലിറ്റിയാണ്. കുറെ ആൾക്കാരുടെ സബ്ജക്റ്റീവ് റിയാലിറ്റിയാണ് എന്ത്, ഇന്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി എത്തിക്സ് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്, ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആണോ, സബ്ജക്റ്റീവ് റിയാലിറ്റി ആണോ, ഇന്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി ആണോ? ഇന്റർ സബ്ജക്റ്റീവ്. എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി ആണ്. അതായത് ശരി തെറ്റ് ബോധ്യങ്ങൾ ശരിക്കും എന്താണ്, ഒരു ഇന്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി ആണ്. അപ്പൊ നമുക്കിവിടെ എന്തില്ല, ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ശരിയോ ഒബ്ജക്റ്റീവ് തെറ്റോ ഇല്ല. പല പല ഇഷ്യൂസിലും കുറെ ആൾക്കാർ ഇത് ശരിയെന്ന് വിചാരിക്കുന്നവരുണ്ടാവും, കുറെ ആൾക്കാർ തെറ്റെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നതനുസരിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം അത് തെറ്റാന്ന്, എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോഴും ശരി എന്താ തെറ്റ് എന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, കൊല്ലരുത് എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. ഇത് മെജോറിറ്റി ആൾക്കാർ കൊല്ലുന്നത് തെറ്റാന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെത്ത് പെനാൽറ്റി ശരിയാണോ തെറ്റാണോ, അത് ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചില ആൾക്കാർ പറയുന്നത് ശരിയാന്ന് പറയുന്നു, ചില ആൾക്കാർ പറയുന്നത് തെറ്റാണ്. അത് വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ കുറെ ആൾക്കാർ എന്ത് ചെയ്തു, സ്ലേവറി ശരിയാണെന്ന് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ത്, സ്ലേവറി തെറ്റാണെന്ന്. ഈ ശരി തെറ്റ് അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്ന സാധനം അത് കോൺസ്റ്റന്റ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സാഹചര്യങ്ങളിലും എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു ഒറ്റ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്, നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മുടെ ആ 3 കേസുകളില്ലേ, അതായത് 1 ട്രോളി പ്രോബ്ലം, 2 ഭഗവത്ഗീത, 3 കേരള കർണാടക ബോർഡർ, അവിടെയും ശരി തെറ്റുകളെ പറ്റിയിട്ട് എന്തുണ്ട്, പല ധാരണകളുണ്ടാവും, പല ഉത്തരങ്ങളുണ്ടാവും, പല പോസിബിലിറ്റീസ് ഉണ്ടാവും. ഇപ്പൊ എത്തിക്സ് നമ്മൾ പഠിക്കുന്നത് ഇതിലൊരു ഒറ്റ ഉത്തരം ശരിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇങ്ങനെ നമ്മൾ എത്തിക്സിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് പല തിയറീസും പ്രിൻസിപ്പിൾസും പഠിക്കുമ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പം നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ഇതിനെ ഡിബേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കൊരു മോറൽ റീസണിങ് നടത്തി ഒരു കൺസെൻസസിലേക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യും, നമുക്ക് പറ്റും. അല്ലെങ്കിൽ ഒരു 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 കേസ് സ്റ്റഡി സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ റിയൽ ലൈഫ് പ്രോബ്ലം സോൾവ് ചെയ്യാനോ എന്ത് ചെയ്യും, നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, എത്തിക്സ് പഠിക്കുന്നത്. അല്ലാതെ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജി ഒക്കെ പോലെ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പോലെ there is no one right answer. There can be different answers, there can be different intersubjective realities that exist or answers that exist. Why we study ethics is what, to understand these different realities, to accept that there can be different realities, for us to critically examine these realities, for us to discuss and debate, and probably as a society or as a group we can reach into what, certain consensus. മനസ്സിലായി നിങ്ങൾക്ക്? എനി ഡൗട്ട്സ്? സർ, എന്തോ
സർ അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കൊടുക്കുന്ന ജസ്റ്റിഫിക്കേഷൻ ആയിരിക്കും അവർ ഇവാലുവേറ്റ് ചെയ്യുക, അതോ ഇപ്പം പറഞ്ഞ പോലെ ആൻസേഴ്സ് സബ്ജക്റ്റീവ് ആയിരിക്കുമല്ലോ? ആ, അതായത് നല്ലൊരു ക്വസ്റ്റ്യൻ. പേരെന്താ? ജേക്കബ്. ജേക്കബ് ചോദിച്ചത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. UPSC-യിൽ ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് റാങ്കറിന്റെയും സെക്കൻഡ് റാങ്കറിന്റെയും പേപ്പർ എടുത്ത് നോക്കിന്നിരിക്കട്ടെ, ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അതിൽ ഓരോ കേസ് സ്റ്റഡീസും നല്ല ഡിഫറെന്റ് ആയിരിക്കും, ഓരോ ആൻസേഴ്സും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഇവിടെ ഇല്ല. ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് നോക്കുന്നത് നമുക്ക് എന്തോരം ക്വസ്റ്റ്യൻ റിലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഓരോ പോയിന്റ്സിനെ നമ്മൾ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ എക്സാമ്പിൾസ് ആണ് കൊണ്ടുവരുന്നത്, അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിനെയൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന നമ്മുടെ തോട്ട് പ്രോസസ്സും നമ്മുടെ റീസണിങ്ങും ആണ് എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഒരിക്കലും എന്തില്ല റൈറ്റ് ആൻസർ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞൊരു സാധനം എന്തില്ല GS പേപ്പർ 4 ഇല്ല. ഓക്കെ. അപ്പം so ethics is what? An intersubjective reality. Ethics is best understood as an intersubjective reality. Exists not just in one person's mind, subjective, nor independently of humans, objective, but a shared system of values and norms that only exists because many people believe in it and behave accordingly. Illustrative human rights, no objectively present in nature but widely accepted across societies. Moral norms, honesty, justice, they vary across different cultures and time periods but are maintained through shared beliefs and reinforcements. Okay. ഇനി നമുക്ക് എത്തിക്സിന്റെ സിലബസ് നമുക്കൊന്ന് മനസ്സിലാവാം. ഓക്കെ, എത്തിക്സിന്റെ സിലബസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. എത്തിക്സിന്റെ സിലബസ് മനസ്സിലാക്കണമെങ്കിൽ, അതായത് എത്തിക്സിന്റെ സിലബസ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളിപ്പോൾ എത്തിക്സിന്റെ UPSC സിലബസ് എടുത്ത് നോക്കിയെന്നിരിക്കട്ടെ, എത്തിക്സിനെ വിളിക്കുന്നത് GS പേപ്പർ 4 എത്തിക്സ് ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ്. GS പേപ്പർ 2-നെ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം GS പേപ്പർ 3-നെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? GS3 ഇന്ത്യൻ എക്കണോമി, എക്കണോമിക് ഡെവലപ്മെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എൻവയൺമെന്റ് ആൻഡ് ഇന്റർണൽ സെക്യൂരിറ്റി. അതുപോലെ GS പേപ്പർ 4-നെ വിളിക്കുന്നതാണ് എത്തിക്സ് ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ്. അപ്പൊ നമുക്കൊരു വലിയൊരു സിലബസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് UPSC ഈ ഒരു പേപ്പറിനെ എത്തിക്സ് ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്? വൈ ഡസ് UPSC കോൾ ദിസ് പെർട്ടിക്കുലർ പേപ്പർ എത്തിക്സ് ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്? അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇനി നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഇസ് വൈ ദിസ് പെർട്ടിക്കുലർ പേപ്പർ ഇസ് കോൾഡ് as what? Ethics, integrity and aptitude. And why this particular syllabus is organized in the manner that UPSC has created it. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതൊക്കെ തുടങ്ങുന്നത് ഒരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. ആ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഡസ് ദ വേൾഡ് നീഡ്? നമുക്ക് എങ്ങനെയുള്ളവരെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ വേണ്ടത്? പറയൂ. ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? അല്ല, ജസ്റ്റ് ഇതൊക്കെ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് നിങ്ങളൊരു എഫേർട്ട് എടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് വേറെ കാര്യങ്ങളൊന്നുമില്ല, ശരി തെറ്റുത്തരമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം, അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. സ്കിൽഡ് സർ, സ്കിൽഡ് പേഴ്സണാലിറ്റീസ്. സ്കിൽഡ് പേഴ്സണാലിറ്റീസ്, വെരി ഗുഡ്. സ്കില്ലുള്ളവർ വേണം. പിന്നെ ഒരു സൗണ്ട് മൈൻഡ് ഉള്ളത്. സൗണ്ട് മൈൻഡ്. എന്തിനാ സൗണ്ട് മൈൻഡ്? എന്തിനാ സൗണ്ട് മൈൻഡ് അറിയത്തില്ല. അപ്പം ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യാനും ഇമോഷണലിയും എങ്ങനെ whatever it includes എനിക്ക് അതുകൊണ്ട്. ഓക്കെ, പിന്നെ skilled person is important, but ഒരു മനുഷ്യനായി കാണാൻ പറ്റുന്ന ഒരു മോറൽ പെർസ്പെക്റ്റീവ് ഉള്ള ഒരാളായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്നെന്ന് പറഞ്ഞാൽ വി നീഡ് പീപ്പിൾ ഹു ഹാവ്, ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, അതായത് നമുക്കൊരു സൊസൈറ്റി ആയിട്ട് കോ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഹാവ് കോമൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്. അപ്പം
ഒരാളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ദേ നീഡ് ടു ഹാവ് എൻ ഐഡിയ വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്, ആൻഡ് ദേ നീഡ് ടു ആക്ട് ഇൻ എ മാനർ ദറ്റ് ഇസ് കൺസിസ്റ്റന്റ് വിത്ത് നോളജ് ഓഫ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി വി നീഡ് എ ഗുഡ് പേഴ്സൺ, അല്ലെങ്കിൽ എ മോറൽ പേഴ്സൺ ഓർ എൻ എത്തിക്കൽ പേഴ്സൺ. അപ്പൊ അതാണ് ഒരു ഡയറക്ഷൻ. പക്ഷെ നമുക്ക് ഒരാൾ എത്തിക്കൽ മാത്രമായാൽ മതിയോ? ഇപ്പം ഞാൻ ക്ലാസ്സിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയി, ആ ഡോക്ടർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് മാറിപ്പോയി, പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് മാറിപ്പോയിട്ട് നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. ഡോക്ടറും ഹോസ്പിറ്റലിൽ അപ്പോളജൈസ് ചെയ്തു, റീഫണ്ട് തന്നു, കോമ്പൻസേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഡോക്ടറും ഹോസ്പിറ്റലും എന്താണ്? എത്തിക്കലാണ്. പക്ഷെ ഡോക്ടർ ഹോസ്പിറ്റൽ എന്തല്ല? സ്കിൽഡ് അല്ല, അല്ലെങ്കിൽ ഡോക്ടർ ഇസ് നോട്ട് സ്കിൽഡ്. അപ്പൊ നമുക്ക് എങ്ങനെയുള്ള ആൾക്കാരെ വേണ്ടേ? വി നീഡ് പീപ്പിൾ who not only know what is right and wrong and who puts this into practice. We also need people who are competent and skilled. അപ്പൊ ആ ഒരു രീതിയിലാണ് UPSC പേപ്പറിനെ എങ്ങനെ വിളിക്കുന്നത്? GS പേപ്പർ ഫോർ എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിയാൽ, ആസ് ഹ്യൂമൻ ബീങ്സ് വി ആർ എ മിക്സ് ഓഫ് ഇമോഷൻസ് ആൻഡ് റീസൺ, ആൻഡ് we need people who have what? എത്തിക്സ് ആൻഡ് ഇന്റഗ്രിറ്റി. എത്തിക്സ് എന്ന് പറയുന്നത് പീപ്പിൾ ഹു ഹാവ് ദ നോളജ് ഓഫ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് റോങ്. ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. ഇന്റഗ്രിറ്റി ഇസ് എ വാല്യൂ. ഓക്കെ, ഇന്റഗ്രിറ്റി ഇസ് എ വാല്യൂ. വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിന് വേണ്ടി ചാപ്റ്റർ ഉണ്ട്, ഞാൻ ആ ടേം ഒന്ന് എടുക്കുവാണ്. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്താണോ എൻ്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ചില ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ ആയിരിക്കും, ചില ആൾക്കാർ മണിക്കായിരിക്കും, ചില ആൾക്കാർ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ടായിരിക്കും. നിങ്ങളെല്ലാവരും സിവിൽ സർവീസ് അല്ലെങ്കിൽ ഒരു IAS, IPS, IFS ഓഫീസർ ആവുക, ഒരു IAS അല്ലെങ്കിൽ IPS അല്ലെങ്കിൽ IFS എന്നൊരു കരിയർ വാല്യൂ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഇരുന്ന് എന്ത് ചെയ്യുന്നത്? ഈ ക്ലാസ് കേൾക്കുന്നത്. അപ്പൊ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്താണോ എൻ്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, ഓർ ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ദാറ്റ് I ascribe to things that is happening in my life, or the relative importance that I ascribe, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വാല്യൂ എന്ന് നമ്മൾ പറയാം. ഇനി നമ്മൾ ഓരോരുത്തരുടെയും കോറിൽ നമ്മുടെ എന്തുണ്ട്? വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിൽ നിന്നാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സും ബിഹേവിയേഴ്സും എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. അതായത് നിങ്ങൾക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൽ നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചിട്ടില്ലെന്നറിയാം, ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ച ഒരു ഓർമ്മ ഉണ്ടാവും. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ ഫസ്റ്റ് ഒരു മാസ് ഓൾ ഇന്ത്യ മൂവ്മെന്റ് ആയിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയാം. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് took place under the leadership of Gandhiji, where Gandhiji asked people not to cooperate with the British authorities, okay, or authorities in general. അപ്പൊ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു മാസ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അങ്ങനെ മാസ് മൂവ്മെന്റ് ഉണ്ടായി ഇന്ത്യയുടെ പല ഭാഗത്തും റാലീസും സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോ ചൂരി ചോര എന്നൊരു സ്ഥലത്ത് അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ കുറെ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ത് ചെയ്തു? തീ വെച്ചു. അവിടെ കുറെ ആൾക്കാർ മരിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം വന്നു. അപ്പം ബാക്കി എല്ലാ ഫ്രീഡം ഫൈറ്റേഴ്സും പറഞ്ഞു അത് ഇതൊരു ഒരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ് അല്ലേ, ഇത് നമ്മൾ ജനറലൈസ് ചെയ്യേണ്ട, ബാക്കി എല്ലാ സ്ഥലത്തും വളരെ പീസ്ഫുൾ ആയിട്ടാണ് നടന്നത്, ഇത് ഒരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ് കണ്ടിട്ട് നമുക്ക് ഇത്രയും മൊമെന്റം ഇതുവരെ എന്ത് ചെയ്തിട്ടുള്ള ഒരു ഫ്രീഡം ഫൈറ്റ് ഉണ്ടായിട്ടില്ല, ലെറ്റ് ദിസ് കണ്ടിന്യൂ. പക്ഷെ ഗാന്ധിജി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗാന്ധിജി ഇമ്മീഡിയറ്റ്ലി സസ്പെൻഡഡ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഇനി എന്തുകൊണ്ടാണ് ഗാന്ധി ഇത് സസ്പെൻഡ് ചെയ്തത്? ഗാന്ധിജിയുടെ ഒരു കോർ വാല്യൂ ആണ് ഇത്, ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. ആ കോർ വാല്യൂ ഗാന്ധിജി ലീഡ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് എന്ത് ചെയ്തിരിക്കുന്നു? ഡിസ്റെസ്പെക്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ ഫെയിൽ ആയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്തു? ആ ഒരു മൂവ്മെന്റ് സസ്പെൻഡ് ചെയ്തു. ഓക്കെ, ഞാൻ ഇവിടെ പറയുന്നത് വെച്ചാൽ നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സും പലപ്പോഴും വരുന്ന എന്തായിരിക്കും? നമ്മുടെ വാല്യൂ സിസ്റ്റത്തിനായിരിക്കും വരിക. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്താണോ എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാല്യൂ എന്ന് പറയാം. ഗാന്ധിജിനെ ഗൈഡ് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട വാല്യൂസ് ആണ് എന്ത്? ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. അതുപോലെ ഒരു വാല്യൂ ആണ് എന്ത്? ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വാല്യൂ. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾ എന്ത് പെർസ്യൂ ചെയ്യുന്നു? ഒരു മോറൽ എക്സലൻസ് പെർസ്യൂ ചെയ്യുന്നു. ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഒരു മോറൽ എക്സലൻസ് പെർസ്യൂ ചെയ്യുന്നു. ആ മോറൽ എക്സലൻസ് പെർസ്യൂ ചെയ്യുന്നത് നമ്മൾ നിയമം ഭയന്നിട്ടോ വേറെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടല്ല,
അത് ശരിയാന്നുള്ള ബോധ്യത്തിലൂടെ ഒരു ഇന്റേണൽ കമ്പൽഷൻ കാരണമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ശരി പെർസ്യൂ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റഗ്രിറ്റി എന്ന് നമ്മൾ പറയാം. ഓക്കെ, സോ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്സ് എ നോളജ് ഓഫ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്. അങ്ങനെ നോളജ് ഉണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല, അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വി നീഡ് ടു കൺസിസ്റ്റന്റ്ലി പെർസ്യൂ വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്. അവർ ബിഹേവിയേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് നീഡ് ടു റിഫ്ലക്ട് അവർ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആക്ട് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റഗ്രിറ്റി എന്ന് നമ്മൾ പറയാം. Okay, so we need people with the knowledge of what is right and what is wrong. We need people with integrity. ആദ്യം നമ്മൾ ഈ ഒരു ചോദ്യം തുടങ്ങിയപ്പോൾ നമുക്ക് നല്ല ആൾക്കാർ മാത്രം പോരാ, ഈ ആൾക്കാർക്ക് എന്ത് വേണം, കോമ്പീറ്റൻസി അല്ലെങ്കിൽ സ്കില്ല് വേണം. സോ വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഡസ് ദ വേൾഡ് നീഡ്? വി നീഡ് പീപ്പിൾ വിത്ത് വാട്ട്? എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ് UPSC ഈ ഒരു പേപ്പറിനെ എങ്ങനെ വിളിക്കുന്നത്, GS പേപ്പർ ഫോർ എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. Clear with this? Yes, sir. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് UPSC സിലബസിലൂടെ ഒന്ന് പോവാം. ഇനി നമ്മൾ so I hope everyone understood why this particular paper is called as what? Ethics, integrity and aptitude. ഇനി ഫസ്റ്റ് നമ്മൾ വേറെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, as human beings we are a mix of emotions and reasons. Okay. അതായത് എന്താ റാഷണൽ എന്ന് പറഞ്ഞാൽ, റാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റാഷണൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരും. അതായത് ഇത് സംഭവിച്ചാൽ ഇതിലേക്ക് എത്തും, ഇഫ് ദിസ് ഹാപ്പൻസ്, അതിനെ നമ്മൾ എന്താ പറയുക, ഒരു കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു റാഷണൽ തിങ്കിങ് മൈൻഡ് ഉണ്ട് ഒരു സൈഡിൽ. എന്നാൽ നമ്മൾ ഫണ്ടമെന്റൽ എന്താണ്, നമ്മൾ ഇമോഷണൽ ആണ്. നമുക്ക് എന്ത് വരും, ദേഷ്യം വരാം, സന്തോഷം വരാം, സങ്കടം വരാം, അസൂയ വരാം, ഉഷിബ് വരാം, ആർത്തി വരാം. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമോഷൻസ് എന്ന് നമ്മൾ പറയാം. ഇപ്പൊ ഒരു ഹ്യൂമൻ എന്ന രീതിയിൽ നമ്മളെല്ലാം ഇമോഷണൽ ക്രീച്ചേഴ്സ് ആണ്. ഇനി ഇമോഷന്റെ ഒരു പ്രത്യേകത എന്താണ്? ഒരു സൈഡിൽ റീസൺ ഉണ്ടെങ്കിലും നമ്മളുടെ ഇമോഷൻ നമ്മുടെ എന്തിനൊക്കെ എഫക്ട് ചെയ്യാം, നമ്മുടെ തോട്ട്സിനെ എഫക്ട് ചെയ്യാം, നമ്മുടെ ഡിസിഷൻസിനെ എഫക്ട് ചെയ്യാം, നമ്മുടെ ആക്ഷൻസിനെ എഫക്ട് ചെയ്യാം, നമ്മുടെ റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യാം, നമ്മുടെ ഫോക്കസിനെ എഫക്ട് ചെയ്യാം, നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ എഫക്ട് ചെയ്യാം. അപ്പൊ ആസ് ഹ്യൂമൻ ബീങ്സ് ഓർ ആസ് എനി അതർ ക്രീച്ചർ, our emotions tend to what? Affect us. Okay, അപ്പൊ നമ്മൾ UPSC സിലബസിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ചാപ്റ്ററാണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഹ്യൂമൻ ബീങ് എന്ന രീതിയിൽ നമ്മളൊക്കെ ഇമോഷണൽ ക്രീച്ചേഴ്സ് ആണ്. നമ്മുടെ ഇമോഷൻ നമ്മളെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല, നമ്മുടെ ഇമോഷൻസ്, ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ഇന്ററാക്ഷനിൽ ഇമോഷൻസ് വളരെ ക്രിട്ടിക്കലാണ്. അപ്പൊ എന്താണ് ഇമോഷൻസ്? ഓക്കെ, എന്താണ്? ഇവിടെ ഈ ഒരു പേജാണ്, താഴെ കാണാൻ മനസ്സിലായി. ഇമോഷണൽ ഇന്റലിജൻസ് എന്താണ് ഇമോഷൻസ്? ഓക്കെ, വാട്ട് ആർ ദ യൂട്ടിലിറ്റീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവർണൻസ്. അതായത് ഈ ഇമോഷണൽ ഇന്റലിജൻസിന് അഡ്മിനിസ്ട്രേഷനിലും ഗവർണൻസിലുള്ള ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇതാണ് എന്ത് ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊരു ചാപ്റ്റർ. ഓക്കെ, ഞാനിപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വരും ക്ലാസ്സുകളിൽ പരിചയപ്പെടും. ഈ ഒരു സ്ലൈഡിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഇസ് ജസ്റ്റ് ടു ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് വൈ UPSC has designed the syllabus as it is. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് പേടി
ഓക്കെ, അതായത് പരീക്ഷ നടക്കുന്ന സമയത്ത് നമുക്ക് തീരെ പേടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, ഉഴപ്പും അല്ലെങ്കിൽ പഠിക്കില്ല. ഒത്തിരി പേടിയായാൽ നമ്മൾ എന്താവും, ആങ്ഷ്യസ് ആവും, നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ചൊരു പേടി ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾക്ക് ആ ഒരു ഫോക്കസും ബോധ്യവും എഫേർട്ടും ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ ഇടും. അപ്പം ഇമോഷൻ ഇന്റലിജൻസ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇമോഷൻസ് ആർ ഫണ്ടമെന്റൽ ടു ഹൂ വി ആർ ആസ് എ ഹ്യൂമൻ. But it is always about having what the right emotion at the right quantity at the right time. അതായത് റൈറ്റ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരുന്നു, ഫിയർ ആയിരുന്നു. അറ്റ് ദ റൈറ്റ് ക്വാണ്ടിറ്റി, ഒത്തിരി കൂടാനും പാടില്ല, ഒത്തിരി കുറവാനും പാടില്ല. റൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പേടി എന്ന് പറയുന്ന സാധനം നമുക്ക് ത്രൂ ഔട്ട് ഉണ്ടാകാൻ പാടില്ല. പരീക്ഷ എടുക്കുന്ന ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ. അപ്പം നമുക്ക് നമ്മളെ തന്നെ റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത്, ഇമോഷൻ ടെൻസ് അബൌട്ട് ഹാവിങ് വാട്ട് ദ റൈറ്റ് ഇമോഷൻ at the right quantity at the right time. എന്നാൽ മാത്രമേ നമുക്ക് ഒപ്റ്റിമമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്പർ 1. നമ്പർ 2, when it comes to relations, when it comes to working in team and department, it's very important that what we need to be emotionally intelligent. കാരണം ഹ്യൂമൻസുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷൻസ് ആയിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റണം. അതുകൊണ്ടാണ് UPSC ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്തത്, ഇമോഷൻ ഇന്റലിജൻസ് എന്നൊരു ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തത്. Okay, so as humans, we are a mix of what? Emotions and reasons. So that is why we have this particular chapter, emotional intelligence. Any doubt in this? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണ് സർ. ഓക്കെ ഓക്കെ, ഇനി അടുത്തെന്താണ്? സോ ദിസ് പെർട്ടിക്കുലർ ആസ് ഹ്യൂമൻ ബീങ്സ് വി ആർ എ മിക്സ് ഓഫ് ഇമോഷൻസ് ആൻഡ് റീസൺസ്. വാട്ട് ടൈപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് വി റിക്വയർ പീപ്പിൾ വിത്ത് വാട്ട്? എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഇനി നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഇതിന്റെ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ, ആസ് ഹ്യൂമൻ ബീങ്സ് വി നീഡ് ടു സിസ്റ്റമാറ്റിക്കലി സ്റ്റഡി വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്. വി നീഡ് ടു ഹാവ് ദ നോളജ് ഓഫ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്. അതിനാണ് നമ്മളുടെ എന്ത് വരുന്നത്, ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് റിലവന്റ് വരിക. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ചാപ്റ്റർ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ്. എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? എസൻസ്, ഡിറ്റർമിനൻസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് എത്തിക്സ് ഇൻ ഹ്യൂമൻ ആക്ഷൻസ്. അതായത് എന്താണ് എത്തിക്സ്, എത്തിക്സും ലോയും സെയിം ആണോ, അല്ലെങ്കിൽ എത്തിക്സും ലോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എത്തിക്സും റിലീജിയനും സെയിം ആണോ, ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് us to determine what is right and what is wrong. നമ്മൾ എത്തിക്കൽ ആകുമ്പോൾ അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ, നമ്മുടെ കമ്പനിയിൽ, ഗവൺമെന്റിൽ, അഡ്മിനിസ്ട്രേഷനിൽ, നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ കോൺസിക്വൻസ്, എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഏത് ടോപ്പിക്? എത്തിക്സ് ഡിറ്റർമിൻസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് എത്തിക്സ് ഇൻ ഹ്യൂമൻ ആക്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ഡൈമെൻഷൻസ് ഓഫ് എത്തിക്സ്. അപ്പൊ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് മൊറാലിറ്റി ആണെന്ന് പറയുന്നുണ്ട്. ഒരു സാധനം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് തിങ്കേഴ്സ് വേണം, തിയറീസ് വേണം, എംപറിക്കൽ സ്റ്റഡീസ് വേണം. ഇപ്പൊ ഡൈമെൻഷൻസ് ഓഫ് എത്തിക്സ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ, എന്താണ് ഡിഫറെന്റ് എത്തിക്കൽ തിയറീസ്, വാട്ട് ആർ ദ ഡിഫറെന്റ് തിയറീസ് ദാറ്റ് ഹെൽപ്പ് us to determine what is right and what is wrong. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ അനലൈസ് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം നമ്മൾ ട്രോളി പ്രോബ്ലം ചെയ്തില്ലേ? ട്രോളി പ്രോബ്ലത്തിൽ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന ഒരു തിയറിയാണ് ഒരു യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയും. യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ leads to greatest good for greatest number of people, then that particular action can be considered to be what? Ethical. ഇത് നിങ്ങൾ കേട്ടുപോയാൽ മതി. ഇപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഒരു രീതിയിൽ ആലോചിച്ചാൽ, 5 പേരും മരിച്ചാൽ 5 കുടുംബങ്ങൾക്കായിരിക്കും എന്ത് ചെയ്യാം, പെയിൻ ഉണ്ടാവാം. ഒരാൾ മരിച്ചാൽ ഒരു കുടുംബത്തിന് മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, പെയിൻ ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ യൂട്ടിലിറ്റേറിയനിസം എന്നൊരു പ്രിൻസിപ്പിൾ അപ്ലൈ ആണെങ്കിൽ, ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? ആ ഒരു ലിവർ വലിച്ചിട്ട് 5 പേരെ നമ്മൾ എന്ത് ചെയ്യണം? രക്ഷിക്കണം. ഇനി ശ്രദ്ധിക്കണം, ഞാൻ അതാണ് ദ റൈറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്യാനുള്ള ഒരു തിയറി ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നേ ഉള്ളൂ, പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പം ഇതും വേറെ പല തിയറീസും ആണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? ഡൈമെൻഷൻസ് ഓഫ് എത്തിക്സ് എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് എന്ത്? എത്തിക്സ് ഇൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് റിലേഷൻഷിപ്സ്. അതായത്
നമ്മൾ അമ്മാവന്റെ വീട്ടിൽ പോയി ബിഹേവ് ചെയ്യുന്ന പോലെ അല്ല നമ്മൾ കളക്ടറേറ്റിൽ പോയി ബിഹേവ് ചെയ്യുന്നത്. നമുക്ക് അമ്മാവന്റെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാതെ എന്ത് ചെയ്യാം, പോവാം. പക്ഷെ നമ്മളൊരു കളക്ടറേറ്റിൽ പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ എടുക്കണം. അപ്പൊ നമ്മൾ ഇമോഷണലി ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ ബിഹേവ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ പബ്ലിക് സ്പേസിൽ ബിഹേവ് ചെയ്യുന്നത്. പബ്ലിക് സ്പേസിൽ നമ്മൾ ബിഹേവ് ചെയ്യുമ്പം ചില സോഷ്യൽ ആൻഡ് ലീഗൽ ഒബ്ലിഗേഷൻ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഹോൾഡ് ചെയ്യണം. Ethics and private and public relationship എന്ന് പറഞ്ഞാൽ what are the standards of behavior that we need to uphold in our personal life with which people who we are emotionally connected, and what are the standards of behavior that we need to uphold with people with whom we have social and legal obligations. Okay, അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ആണ് എന്ത്, ഇമോഷൻ ഇന്റലിജൻസ്. സെക്കൻഡ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ ആണ് എന്ത്, എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ്. ക്ലിയർ ആ എല്ലാവർക്കും? Yes, sir. Okay. ഓക്കെ, ഐ വിൽ ടേക്ക് എ ഷോർട്ട് 5 minutes ബ്രേക്ക്. ഓക്കെ, നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ചിന്തിക്കാം. വിൽ കം ബാക്ക് അറ്റ് 11:35. ഓക്കെ, വിൽ കണ്ടിന്യൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഹ്യൂമൻ വാല്യൂസ്. ഇനി ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിനാ വാല്യൂസ് എന്ന് നമ്മൾ പറയാം. ഇനി ഞാനൊരു ചെറിയൊരു സംഭവം പറയാം. സംഭവമല്ല, ഒരു സിറ്റുവേഷൻ ആണ്. കൂടുതലും നമ്മൾ വാല്യൂസ് എന്ന ചാപ്റ്ററിൽ പഠിക്കാം. അതായത് ഇപ്പം ഇമാജിൻ ദർ ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ, ഒരു പേര് പറയാം, റാൻഡം ആയിട്ട് എടുക്കുക, അർജുനൻ or Arjun. Arjun is coming from a very traditional family and he comes from a landlord class. അപ്പം അർജുന് 2 സിബ്ലിങ്സ് ഉണ്ട്, 2 പേരും സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ അർജുനൻ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വളർന്നു വരുമ്പോൾ അവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ്, അർജുനന്റെ എഡ്യൂക്കേഷൻ അർജുനന്റെ പേരൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ സിസ്റ്റേഴ്സിന്റെ എഡ്യൂക്കേഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സിസ്റ്റേഴ്സ് അടുത്തുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പോകുന്നത്, അർജുൻ ഒരു ബോർഡിംഗ് സ്കൂളിലാണ്. അർജുന്റെ മാർക്സും ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ട് ഭയങ്കര അവെയർ ആണ്. അർജുനും വീട്ടിൽ വരുമ്പോൾ അർജുനൻ അടുക്കളയിലോ ബാക്കി കാര്യങ്ങളൊന്നും ഹെൽപ്പ് ചെയ്യണ്ട, എന്നാൽ സിസ്റ്റേഴ്സ് എപ്പോഴും അടുക്കളയിലാണ്. അർജുന്റെ ജോലിനെ പറ്റിയിട്ടും ഏത് ജോലി വേണം അതിനെ പറ്റിയൊക്കെ ഡിസ്കഷൻസ് റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. സിസ്റ്റേഴ്സിനോട് അതിനെ പറ്റിയൊന്നും ചോദിക്കാറില്ല. അവരെ കല്യാണം കഴിച്ചു വിടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അർജുന്റെ വീട്ടിൽ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്നത് മെയിൽ അഡൽട്സ് ആണ്. വുമൺ ഇതിലൊന്നും എന്ത് ചെയ്യാറില്ല, ഇൻവോൾവ് ചെയ്യാറില്ല. വുമൺ എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയുകയാണെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്യാറാണ്, അല്ലെങ്കിൽ വഴക്ക് പറയാനുള്ളത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാം, അർജുനൻ പോലും അറിയാതെ അർജുനൻ ആ ഒരു ചുറ്റുവട്ടത്തു നിന്ന് കുറെ കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അർജുനൻ പോലും അറിയാതെ അർജുനന്റെ ഉള്ളിൽ പേട്രിയാർക്കി അല്ലെങ്കിൽ മെയിൽ ഡോമിനൻസ് അല്ലെങ്കിൽ മെയിൽ ഇസ് എ സുപ്പീരിയർ സെക്സ് എന്നൊരു ഐഡിയ, ഒരു വാല്യൂ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, അർജുനൻ പോലും അറിയാതെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ഈച്ച് ഓഫ് us കം ഫ്രം വാട്ട് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സർക്കംസ്റ്റാൻസസ്. ആ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സർക്കംസ്റ്റാൻസസ് കാരണം നമ്മുടെ ജെനറ്റിക്സ്, നമ്മുടെ സോഷ്യലൈസേഷൻ, നമ്മുടെ എൻവയൺമെന്റ്, നമ്മുടെ റിലീജിയൻ, നമ്മുടെ കൾച്ചർ, നമ്മുടെ ട്രഡീഷൻ, ഇതൊക്കെ വഴി പല വാല്യൂ സിസ്റ്റംസ് ആണ് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവായിട്ടും വാല്യൂ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാം, നെഗറ്റീവായിട്ടും എന്ത് ചെയ്യാം, വാല്യൂ സിസ്റ്റംസ്. അപ്പം വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ദാറ്റ് ഇസ് ഫ്രം അവർ സൊസൈറ്റി, ഫ്രം അവർ ഫാമിലി, ഫ്രം അവർ educational institutions, from our religion, from the media that we consume, by the law of the land,
we or the stories that we read, the different incidences that take place in our life, we develop certain values. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യലൈസേഷൻ എന്ന് പറയാം. ഇപ്പൊ അർജുനന്റെ കേസിൽ അർജുനൻ പോലും അറിയാതെ അർജുനന്റെ ഉള്ളിൽ പേട്രിയാർക്ക് എന്നൊരു വാല്യൂ സിസ്റ്റം എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് വി കൺസിഡർ ഇമ്പോർട്ടൻ്റ് ആ ലൈഫ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വാല്യൂസ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ, ഹ്യൂമൻ വാല്യൂസ്. Okay. Human values and lessons from the lives and teachings of great leaders, reformers, and administrators. Role of family, society, and educational institutions in inculcating values. Okay. This can be both positive as well as negative values. അപ്പം നമ്മുടെ ഫാമിലി, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നു. ലോകത്തിൽ വളരെ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് നടത്തിയ ആൾക്കാർ, അവരുടെ വാല്യൂസ് എന്താണ്, എന്തൊക്കെ വാല്യൂസ് വേണമെന്നാണ് എന്ത് ചെയ്യുന്നത്, അവർ പറയുന്നത്. ദാറ്റ് ഇസ് എ ചാപ്റ്റർ, lessons from the human values, lessons from the lives and teachings of great leaders, reformers, administrators, role of family, society, educational institutions and inculcating values. മനസ്സിലായി നിങ്ങൾക്ക്? Are you clear with this? Yes, sir. Okay. ഇനി നമുക്ക് ഒരാളെ നോക്കിയാൽ അവരുടെ വാല്യൂസ് നമുക്ക് മനസ്സിലാവുമോ? ഇല്ല. വാല്യൂസ് നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്സിലൂടെയും ബിഹേവിയറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാവാം. ഓക്കെ, ഇനി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിനോട് സമീപിക്കുന്ന രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയാം. ഒരു കാര്യത്തിനോട് നമ്മൾ സമീപിക്കുന്ന രീതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പഠിത്തത്തിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിത്തത്തിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ദിവസവും നമ്മൾ കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ വരും, ക്ലാസ്സിൽ കറക്റ്റ് സമയത്ത് നോട്ട്സ് എടുക്കും, ഓരോ ദിവസം പോയി നോട്ട്സ് നമ്മൾ റിവൈസ് ചെയ്യും, പരീക്ഷകൾ കൃത്യമായിട്ട് എടുക്കും, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം എന്നതായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ആഗ്രഹം. അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാര്യത്തിനോട് നമ്മൾ സമീപിക്കുന്ന രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. അപ്പൊ നമ്മുടെ അർജുന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, അർജുനന് പേട്രിയാർക്കി എന്നൊരു വാല്യൂ സിസ്റ്റം അർജുന്റെ ഉള്ളിലുണ്ട്. ഇനി അർജുനൻ കോളേജിൽ എത്തിയെന്നിരിക്കട്ടെ, അർജുനൻ പഠിക്കുന്ന കോളേജ് ഇലക്ഷന് ഒരു മെയിൽ കാൻഡിഡേറ്റും ഒരു ഫീമെയിൽ കാൻഡിഡേറ്റും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അർജുനന്റെ പേട്രിയാർക്കി എന്ന വാല്യൂ സിസ്റ്റം കാരണം അർജുനന് ആ മെയിൽ കാൻഡിഡേറ്റിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഫീമെയിൽ കാൻഡിഡേറ്റിനോട് എന്താവും, ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും ആയിരിക്കും എന്ത് ചെയ്യുക, ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞതാണ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വാല്യൂന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. വാല്യൂ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയാം. അർജുൻ എന്ന പേട്രിയാർക്ക് എന്ന വാല്യൂ എലക്ഷൻ എന്ന ഒരു കോണ്ടെക്സ്റ്റിൽ എന്ത് ചെയ്തു, ഫീമെയിൽ കാൻഡിഡേറ്റിനോട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും മെയിൽ കാൻഡിഡേറ്റിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് എന്ത് ചെയ്തു, അവിടെ എക്സ്പ്രസ് ചെയ്യപ്പെട്ടു. അതാണ് എന്ത്, നമ്മുടെ അടുത്ത ചാപ്റ്റർ. നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് വാട്ട്, ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ആറ്റിറ്റ്യൂഡ് കണ്ടന്റ്. ആറ്റിറ്റ്യൂഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് എന്താണ്. ഓക്കെ, ആറ്റിറ്റ്യൂഡിന് 3 കോമ്പണന്റ് ഉണ്ട്. ആറ്റിറ്റ്യൂഡിന് ഒരു ഇമോഷണൽ കോമ്പണന്റ് ഉണ്ട്, ആറ്റിറ്റ്യൂഡിന് ഒരു ലോജിക്കൽ കോമ്പണന്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ആറ്റിറ്റ്യൂഡ് എന്തുണ്ട്, ഒരു ടെൻഡൻസി ടു ബിഹേവ് കോമ്പണന്റും ഉണ്ട്. ഇനി ആറ്റിറ്റ്യൂഡിന്റെ സ്ട്രക്ചർ എന്താണ്, നമുക്ക് ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പറയുമ്പോൾ ആ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ആംബിവാലന്റ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അത് ന്യൂട്രൽ ആവാം. ഓക്കെ, ഫങ്ഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്, നമുക്ക് എന്താണ് ആറ്റിറ്റ്യൂഡിന്റെ ഫങ്ഷൻ, ഓക്കെ, വൈ വി ഹാവ് ആറ്റിറ്റ്യൂഡ്. പിന്നെ ആറ്റിറ്റ്യൂഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് തോട്ട്സ് ആൻഡ് ബിഹേവിയർ. നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെ നമ്മുടെ ചിന്തകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമുക്ക് ചേഞ്ചിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണെന്നിരിക്കട്ടെ. നിങ്ങളൊരു സിവിൽ സർവന്റ് ആണ്, ഗവൺമെന്റ് എന്ത് ചെയ്തു, പുതിയ നിങ്ങളൊരു സിവിൽ സർവന്റ് ആണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടു ചേഞ്ച് ആണെന്നിരിക്കട്ടെ. ഇപ്പൊ ഗവൺമെന്റ് ഒരു ഫിസിക്കൽ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഡിജിറ്റൽ ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫയൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആ ചേഞ്ച് എന്ത് ചെയ്യും, എംബ്രേസ് ചെയ്യും. ഇത് അടിപൊളിയാണല്ലോ, ഈ ഒരു മാറ്റം വന്നത് നന്നായി. പക്ഷെ നിങ്ങളുടെ ഒരു ചേഞ്ചിനോട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെ വളരെ റെസ്ട്രിക്റ്റീവ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മളതിനെ കാണും. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ ആ ആറ്റിറ്റ്യൂഡിനെ കൺസിസ്റ്റന്റ് ആയിരിക്കും എന്ത് ചെയ്യുക, പലപ്പോഴും നമ്മുടെ ചിന്തകളും നമ്മുടെ ബിഹേവിയറും വരിക. മെജോറിറ്റി കേസിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ബിഹേവ് ചെയ്യുക. ഇപ്പം പേട്രിയാർക്ക് എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഇലക്ഷന് വോട്ട് ചെയ്യുമ്പോൾ
നമ്മൾ മോസ്റ്റ് പ്രോബ്ലം ആർക്കായിരിക്കും വോട്ട് ചെയ്യുക? ആ ഒരു മെയിൽ കാൻഡിഡേറ്റിനായിട്ടായിരിക്കും എന്ത് ചെയ്യുക? വോട്ട് ചെയ്യാം. അപ്പം ആറ്റിറ്റ്യൂഡ് എങ്ങനെ നമ്മുടെ തോട്ട്സിനെയും ബിഹേവിയറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? മോറൽ ആൻഡ് പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്. മോറൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ശരി തെറ്റുകളെ പറ്റിയിട്ടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മോറൽ ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയാം. ഫോർ എക്സാമ്പിൾ, പാകിസ്ഥാൻ ഇന്ത്യനെ വന്ന് ആക്രമിച്ചു. അപ്പൊ ആ മൊമെന്റിൽ ഉണ്ടാവുന്നതാണ് എന്ത്? നമ്മുടെ മോറൽ ആറ്റിറ്റ്യൂഡ്. ആ ഒരു മോറൽ ഇഷ്യൂവിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അത് ശരിയായിരുന്നില്ല, അത് തെറ്റായിരുന്നു. ഓക്കെ. പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, പൊളിറ്റീഷ്യൻസ്, രാഷ്ട്രീയക്കാരോടൊക്കെ ഉള്ള നമ്മുടെ സമീപനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയാം. ഓക്കെ. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് പെർസ്വേഷൻ. അതായത് ഗവൺമെന്റ് സ്കീം ആവാം, മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആവാം, ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതാവാം. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ആൾക്കാർക്ക് ആ പ്രോഗ്രാം അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയോട് എന്ത് വേണം? ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ് വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് സക്സസ്ഫുൾ ആവത്തുള്ളൂ. നമുക്ക് കോടിക്കണക്കിന് രൂപയുണ്ട്, കറക്റ്റ് വാക്സിനേഷന് വേണ്ടി ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നിരിക്കട്ടെ, പക്ഷെ വാക്സിനേഷനോട് ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മാത്രമേ ആൾക്കാർ എന്ത് ചെയ്യത്തുള്ളൂ? വാക്സിനേഷൻ വന്ന് എടുക്കത്തുള്ളൂ. ഇപ്പൊ നമുക്ക് പൾസ് പോളിയോ ക്യാമ്പയിൻ, അതിന് നമുക്ക് ഫണ്ടുണ്ട്, അതിന് നമുക്ക് റിസോഴ്സസ് ഉണ്ട്. പക്ഷെ അവിടെ അമിതാഭ് ബച്ചനെ കൊണ്ടുവരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അമിതാഭ് ബച്ചനെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ അമിതാഭ് ബച്ചൻ പറയാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് 2 തുള്ളി കൊടുത്താൽ അവർക്ക് പോളിയോ വരത്തില്ലെന്ന് പറഞ്ഞാൽ ആ പൾസ് പോളിയോ ക്യാമ്പയിനോട് ആൾക്കാർക്ക് എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്ത്? ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച്. അതായത് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗ്രൂപ്പിന്റെ ഭാഗമാകുമ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെ അഫക്റ്റഡ് ആവുന്നു, ഞാൻ പഠിക്കുന്ന സ്കൂള്, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി, ഞാൻ പഠിച്ച കോളേജ്, എൻ്റെ പ്രൊഫഷൻ, ഇതൊക്കെ എൻ്റെ ആറ്റിറ്റ്യൂഡിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പെർസ്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ആർ ദ ഡിഫറെന്റ് മെക്കാനിസംസ് ടു ബ്രിങ് അബൌട്ട് ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച്. അപ്പൊ അതാണ് എന്ത്? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഡൗട്ട് ഇൻ ദിസ്? ജസ്റ്റ് സിലബസ് പരിചയപ്പെടുത്തി പോകുന്നുള്ളൂ കേട്ടോ, ഒന്നും പഠിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഫുൾ ഒന്ന് കണക്ട് ചെയ്ത് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം ആറ്റിറ്റ്യൂഡ് എന്താവും? ബിഹേവിയർ ഉണ്ടാവും. അപ്പം പല ആൾക്കാരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, സർക്കംസ്റ്റാൻസസിൽ നിന്നാണ്. അതുകൊണ്ട് അവർക്ക് പല ആറ്റിറ്റ്യൂഡ്സ്, പല വാല്യൂസ് ആണ് ഉണ്ടാവുക. വാല്യൂസിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് ക്യാൻ ലീഡ് ഇൻ ടു വാട്ട്? ബിഹേവിയർ. ഇനി ചില ആൾക്കാരുടെ വാല്യൂ സിസ്റ്റംസും നല്ലതായിരിക്കും. ഓക്കെ. അത് അവർ വളർന്നു വന്ന സാഹചര്യം ആവാം, അവിടെ സോഷ്യലൈസേഷൻ പ്രോസസ് ആവാം. അത് കാരണം സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന ശരികൾ ചെയ്യുന്നത് അവരുടെ ഒരു ഇന്റേണൽ കമ്പൽഷൻ ആണ്. അതായത് അവർക്കറിയാം ഡൗറി വാങ്ങിക്കരുത്, അവർക്കറിയാം പ്രീനേറ്റൽ സെക്സ് ടെർമിനേഷൻ ഓഫ് ആൻ അൺബോൺ ചൈൽഡ് ചെയ്യരുത്, അല്ലെങ്കിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്തില്ല, കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്യണം? നിയമങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ. ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യണം. ഇതൊന്നും ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഇത് ചെയ്യണമെന്ന് അവർക്ക് നല്ലൊരു എന്തുണ്ടാവും? ബോധ്യമുണ്ടാവും, അല്ലെങ്കിൽ എന്തുണ്ടാവും? ഒരു ഇന്റേണൽ കമ്പൽഷൻ ഉണ്ടാവും. ദീസ് പീപ്പിൾ ആർ പീപ്പിൾ ഹൂ വി കോൾ ആസ് വാട്ട്? ദീസ് ആർ പീപ്പിൾ വിത്ത് ഇന്റഗ്രിറ്റി. ഓക്കെ. അവർക്ക് ശരി തെറ്റുകളെ പറ്റി നല്ലൊരു ബോധ്യമുണ്ട്. ആ ശരി തെറ്റുകൾ അവർ ഫോളോ ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. നിയമം അല്ലെങ്കിൽ ലോ എന്ന് പറയുന്നവരെ ഗൈഡ് മാത്രം ചെയ്താൽ മതി. അവർക്കറിയാം ഇത് ഞാൻ ചെയ്യേണ്ട ഒരു സാധനമാണ്. By internal compulsion, they are ready to what? Follow those things. We call these people as what? People with integrity. പക്ഷേ since people come from different background and circumstances, since people have different genetics, different socialization, different environment, we cannot expect everyone to what? Act with integrity or act in a right manner. പല ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സൊസൈറ്റിയുടെ ശരി തെറ്റ് എക്സ്പെക്ടേഷൻസിലേക്ക് adhere ചെയ്യാൻ വേണ്ടിയിട്ട് they might need to be what? Externally guided, and many cases they might need to what? Be coerced. Coerced എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇന്റേണൽ കമ്പൽഷൻ കാരണം അവർ ചെയ്യുന്ന ചില തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ അവരെ പേടിപ്പിക്കുകയും ചിലപ്പോൾ അവരെ തെറ്റ് ചെയ്യാതിരിക്കാൻ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുകയും ചെയ്താൽ മാത്രമേ ആസ് എ സൊസൈറ്റി വി വുഡ് ബി ഏബിൾ ടു വാട്ട്? ഫങ്ഷൻ പ്രോപ്പർലി. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് വേണ്ടത്? ലോസ്, റൂൾസ്, റെഗുലേഷൻസ്, ലോ എൻഫോഴ്സ്മെന്റ്, പ്രോട്ടോകോൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വേണ്ട വരിക. അപ്പം നമ്മളൊരു സൊസൈറ്റി എടുത്താൽ ആസ് എ സൊസൈറ്റി വി ക്യാൻ ഓൺലി എക്സിസ്റ്റ് ഇഫ് വി ഹാവ് സർട്ടൻ കോമൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്.
പല ആൾക്കാർക്കും പല ആൾക്കാരും സൊസൈറ്റിയുടെ നിയമങ്ങളും അവരുടെ ഒരു ജനറ്റിക്സും അവരുടെ ഒരു സോഷ്യലൈസേഷൻ കാരണം അവർ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഫോളോ ചെയ്യും. പക്ഷെ ചില ആൾക്കാർ ഈ സിസ്റ്റം എന്ത് ചെയ്യും, മിസ്യൂസ് ചെയ്യും. They might be involved in stealing, they might be involved in murder, they might be involved in breaking traffic rules, they might be involved in corruption, they might be involved in certain inappropriate social behavior. ഇത് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്കൊരു സൊസൈറ്റി ആയിട്ട് എന്ത് ചെയ്യേണ്ടി പറ്റുള്ളൂ, എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അവിടെ നമുക്ക് എന്ത് വേണം, നിയമം വേണം, കോഡ് ഓഫ് കോണ്ടക്ട് വേണം, റൂൾസ് വേണം, റെഗുലേഷൻസ് വേണം. എന്നാൽ മാത്രമേ ആസ് എ സൊസൈറ്റി വി വുഡ് ബി ഏബിൾ ടു വാട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഇനി UPSCയുടെ നമുക്ക് എൻ്റയർ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ UPSCയുടെ സിലബസിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ തിയറി പാർട്ടാണ്. അതാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഈ ചാപ്റ്റർ ഇവിടെ കാണുന്ന എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ്, ഹ്യൂമൻ വാല്യൂസ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഫൗണ്ടേഷൻ വാല്യൂസ്, ഇമോഷണൽ ഇന്റലിജൻസ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പഠിച്ച തിയറികളൊക്കെ സൊസൈറ്റിയിലെ മഹത് വ്യക്തികൾ എങ്ങനെയാണ് അവരുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തത്, അതാണ് എന്ത്, കോൺട്രിബ്യൂഷൻസ് ഓഫ് മോറൽ തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ് ഫ്രം ഇന്ത്യ ആൻഡ് ദ വേൾഡ്. തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഈ തിയറികൾ പല ഡൊമൈനുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിനെ നമ്മൾ എന്താ പറയുന്നത്, അപ്ലൈഡ് എത്തിക്സ് എന്ന് പറയാം. നമ്മൾ പബ്ലിക് ആൻഡ് സിവിൽ സർവീസിൽ അപ്ലൈ ചെയ്യുന്നു, അഡ്മിനിസ്ട്രേഷനിൽ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ ഗവേണൻസിൽ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസിൽ എന്ത് ചെയ്യുന്നു, ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഫണ്ടിങ്ങിൽ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു, നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസിൽ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ ഗവേണൻസിൽ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ ഇൻഫർമേഷൻ ഷെയറിംഗ് ആൻഡ് ട്രാൻസ്പെറൻസിൽ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ സർവീസ് വർക്ക് കൾച്ചറിൽ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ സർവീസ് ഡെലിവറിയിൽ അപ്ലൈ ചെയ്യുന്നു, യൂട്ടിലൈസേഷൻ ഓഫ് പബ്ലിക് ഫണ്ട്സിൽ അപ്ലൈ ചെയ്യുന്നു, ചലഞ്ചസ് ഓഫ് കറപ്ഷൻ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പം ഇതിന്റെ ഒരു തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ച ഈ കൺസെപ്റ്റുകളും കാര്യങ്ങളും നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ തിയറീസിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ പഠിച്ച ഈ സാധനങ്ങൾ അഡ്മിനിസ്ട്രേഷൻ, ഗവർണൻസ്, കോർപ്പറേറ്റ് ഗവർണൻസ്, പ്രൈവറ്റ് സെക്ടർ, പബ്ലിക് സെക്ടർ, ഇന്റർനാഷണൽ റിലേഷൻസ്, ക്വാളിറ്റി ഓഫ് സർവീസ് ഡെലിവറി, വർക്ക് കൾച്ചർ, യൂട്ടിലൈസേഷൻ ഓഫ് പബ്ലിക് ഫണ്ട്, ചലഞ്ചസ് ഓഫ് കറപ്ഷൻ, ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതായത് നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾസ് സൊസൈറ്റിയിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും സൊസൈറ്റിയുടെ ഫംഗ്ഷനിങ് സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കുറെ ആൾക്കാർ അവരുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സ് നല്ലതായതുകൊണ്ട് ദേ വിൽ ഹാവ് എ നാച്ചുറൽ ഇൻക്ലിനേഷൻ ടു ദ റൈറ്റ് തിങ്. ഓക്കെ, നിയമം വേണം അവരൊന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ചില കേസുകൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വേണ്ട സ്റ്റാൻഡേർഡ്സ് എൻഫോഴ്സ് ചെയ്യും. തെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരെ തെറ്റ് ചെയ്യാൻ ഒന്നില്ലെങ്കിൽ സാഹചര്യം കൊടുക്കാതിരിക്കുക, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒഴിവാക്കുക, അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ പിടിക്കപ്പെടും, കോൺസിക്വൻസ് ഉണ്ടാവുന്ന പേടിയായിരിക്കും ചിലപ്പോൾ അവർ എന്ത് ചെയ്യുന്നത്, ആ തെറ്റ് ചെയ്യാതിരിക്കുന്നതിൽ നിന്ന് മാറ്റിവെക്കുക. അതിന് വേണ്ടിയുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്, അവസാനത്തെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഇസ് വി നീഡ് ടു ക്രിയേറ്റ് systems which involve certain structures, processes and people. എന്നാൽ മാത്രം നമുക്ക് എന്ത് വേണ്ടി പറ്റുള്ളൂ, അത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ലാസ്റ്റ് ചാപ്റ്റർ അതാണ് താഴെ എഴുതിയിരിക്കുന്നത്, വി ആർ ഗോയിങ് ടു അപ്ലൈ ദീസ് പ്രിൻസിപ്പിൾസ് ഇൻ വാട്ട്, പ്രൈവറ്റ് ലൈഫ്, പബ്ലിക് ലൈഫ്, സൊസൈറ്റി ആൻഡ് പ്രൊഫഷൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവർണൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് കോർപ്പറേറ്റ്സ്. ഓക്കെ, അപ്പം ലാസ്റ്റ് 2 ചാപ്റ്ററുകളിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ ചാപ്റ്ററുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ സിവിൽ സർവൻസ്, അതായത് നമ്മൾ പഠിച്ചു, അതായത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആസ് എ സിവിൽ സർവൻറ്റ്, ആസ് എ വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഡസ് എ സൊസൈറ്റി നീഡ്, വി നീഡ് പീപ്പിൾ ഹു ഹാവ് ദ റൈറ്റ്, വി നീഡ് ഗുഡ് പീപ്പിൾ ഹു ആർ ഓൾസോ കോമ്പീറ്റന്റ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വാട്ട് കൈൻഡ് ഓഫ് എ സിവിൽ സർവൻറ്റ് വി റിക്വയർ എന്ന് പറയുമ്പോൾ, വി നീഡ് സിവിൽ സർവൻസ് ഹു ഹാവ് കോമ്പീറ്റൻസി ആസ് വെൽ ആസ് വി നീഡ് സിവിൽ സർവൻസ് ഹു ഹാവ് സർട്ടൻ ഫൗണ്ടേഷണൽ വാല്യൂസ്. ഇപ്പൊ സിവിൽ സർവൻസിന് വേണ്ട ചില ഫൗണ്ടേഷണൽ വാല്യൂസ്, ഇപ്പോൾ ഒരു സിവിൽ സർവൻറ്റിന് വേണ്ട ചില ഫൗണ്ടേഷണൽ വാല്യൂസ് ആണ് എന്തൊക്കെ, ഇന്റഗ്രിറ്റി, ഇംപാർഷ്യാലിറ്റി ആൻഡ് നോൺ പാർട്ടിസൺഷിപ്പ്, ഒബ്ജക്ടിവിറ്റി, ഡെഡിക്കേഷൻ ടു പബ്ലിക് സർവീസ്, എംപതി, ടോളറൻസ്, കമ്പാഷൻ ടുവേർഡ്സ് വീക്കർ സെഷൻസ്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത ടോപ്പിക്കാണ് എന്ത്, മോറൽ തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ്. നമ്മൾ പല മോറൽ തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ് അവരുടെ ഒരു ലൈഫിനോടുള്ള അപ്രോച്ച് എന്തൊക്കെ ആയിരുന്നു നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്ററാണ് എന്ത്, അപ്ലൈഡ് എത്തിക്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് പബ്ലിക് ആൻഡ് സിവിൽ സർവീസ് വാല്യൂസ് ആൻഡ് എത്തിക്സ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. സ്റ്റാറ്റസ് ആൻഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസ്, അഡ്മിനിസ്ട്രേഷനിലും ഗവർണൻസിലും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, വാട്ട് ആർ ദ എത്തിക്കൽ കൺസേൺസ് ആൻഡ് ഡൈലമാസ് ഇൻ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ സിവിൽ സർവൻസ് ഫേസ് ചെയ്യുന്ന ഒരു എത്തിക്കൽ ഡൈലമ നമ്മൾ പഠിച്ചു. ഒരു സൈഡിൽ സിവിൽ സർവൻസ് റൂൾ ഓഫ് ലോ അപ്ഹോൾഡ് ചെയ്യണം,
മറ്റേ സൈഡിൽ സിവിൽ സർവൻസ് എന്ത് ചെയ്യണം? എംപതി ആൻഡ് കമ്പാഷൻ ഓർ ഹ്യൂമാനിറ്റേറിയൻ എന്തിന് അപ്ഹോൾഡ് ചെയ്യണം. നമ്മൾ ആ കേരള കർണാടക ബോർഡറിൽ ഡോക്ടറും പേഷ്യന്റും ആയിട്ടുള്ള ആ ഒരു യാത്രയിൽ ആ ഒരു സിവിൽ സർവൻറ്റ് ഫേസ് ചെയ്ത ചലഞ്ച് എന്താണ്? ഒരു സൈഡിൽ ഞാൻ റൂൾ ഓഫ് ലോ അപ്ഹോൾഡ് ചെയ്യണം, മറ്റേ സൈഡിൽ ഞാൻ എംപതി ആൻഡ് കമ്പാഷൻ എന്ത് ചെയ്യണം? ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ഇതെങ്ങനെ ബാലൻസ് ചെയ്യണം? അങ്ങനെ ഇൻ ജനറൽ അഡ്മിനിസ്ട്രേഷനിലും പ്രൈവറ്റ് സെക്ടറും നമ്മൾ ഫേസ് ചെയ്യുന്ന എത്തിക്കൽ ഡയലമാസ് പഠിക്കും. ഇനി ലോസ്, റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് കോൺഷ്യൻസ് ആസ് എ സോഴ്സ് ഓഫ് എത്തിക്കൽ ഗൈഡൻസ്. നമ്മളൊരു പബ്ലിക് സെർവൻ്റ് ആയതിനാൽ വി നീഡ് ടു അപ്ഹോൾഡ് ദ കറക്റ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ. അപ്പം എന്നെ ഗൈഡ് ചെയ്യുന്ന ലോസ്, റൂൾസ്, റെഗുലേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ. പിന്നെ അക്കൗണ്ടബിലിറ്റി ആൻഡ് എത്തിക്കൽ ഗവർണൻസ്, സ്ട്രെങ്തനിങ് ഓഫ് എത്തിക്കൽ ആൻഡ് മോറൽ വാല്യൂസ് ആൻഡ് ഗവർണൻസ്. പിന്നെ നമ്മൾ ഈ കോൺസെപ്റ്റ്സ് ഇന്റർനാഷണൽ റിലേഷൻസിലും കോർപ്പറേറ്റ് ഗവർണൻസിലും എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രോബിറ്റി ഇൻ ഗവർണൻസ് ആണ്. കോൺസെപ്റ്റ് ഓഫ് പബ്ലിക് സർവീസ്, എന്താണ് പബ്ലിക് സർവീസ്, ഫിലോസഫിക്കൽ ബേസിസ് ഓഫ് ഗവർണൻസ് ആൻഡ് പ്രോബിറ്റി, ഇൻഫർമേഷൻ ഷെയറിംഗ് ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ഗവർണൻസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് കോഡ് ഓഫ് കോണ്ടക്ട്, സിറ്റിസൺസ് ചാർട്ടർ, വർക്ക് കൾച്ചർ, ക്വാളിറ്റി ഓഫ് സർവീസ് ഡെലിവറി, യൂട്ടിലൈസേഷൻ ഓഫ് പബ്ലിക് ഫണ്ട്സ്, ചലഞ്ചസ് ഓഫ് കറപ്ഷൻ. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുക. പിന്നെ ഇത് ബേസ് ചെയ്തിട്ടുള്ള എന്തുണ്ടാവും? കേസ് സ്റ്റഡീസും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ചാപ്റ്ററിന്റെ ഒരു സിലബസിന്റെ ഒരു ഓവർവ്യൂ. ഓക്കെ, അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച നമ്മൾ എത്തിക്സ് എന്തെന്ന് പഠിച്ചു. എത്തിക്സ് സയൻസ് പോലെ ഒരു ഫിക്സഡ് സാധനമല്ല, അത് നമ്മുടെ ഇന്റർ സബ്ജക്റ്റ് റിയാലിറ്റിയിൽ ഉണ്ടാകുന്നതാണെന്ന് പഠിച്ചു. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിനെ എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത് നമുക്ക് മനസ്സിലായി. വൈ ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ കോൾഡ് എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. സിലബസ് UPSC ഡിസൈൻ ചെയ്തതിന്റെ പുറകിലുള്ള ഒരു കോർ ഐഡിയ എന്ത് ചെയ്തു? നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ എനി ഡൗട്ട് ഇൻ ദിസ്? So we will end with these topics today. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഈ എല്ലാ ചാപ്റ്റേഴ്സിലൂടെ ഒരു ഫൗണ്ടേഷൻ ലെവലിൽ അതിന്റെ കോർ കൺസെപ്റ്റുകൾ വരും ദിവസങ്ങളിൽ പരിചയപ്പെടാം. Okay, so I think there is no further doubts. നമുക്കൊന്നിലെ മെസ്സേജ് അയക്കാം. എല്ലാം ക്ലിയർ ആണോ നിങ്ങൾക്ക്? എനി ഡൗട്ട്സ്? Okay, so I think we'll end. Thank you. We'll see you in the next class.